അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ പ്രിയങ്കരരായ ഫോക്കസ് അഡ്മിൻസ്, ഈ ഒരു ഫോക്കസ് അക്കാദമിയുടെ 2025 ഡിസംബർ നെറ്റ് എക്സാമിന്റെ പരിശീലന കളരിയിലുള്ള ഏറെ പ്രിയങ്കരരായ ഫോക്കസ് ഫാമിലി അംഗങ്ങളെ, എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാവരും ആഗ്രഹിക്കുന്നത് നെറ്റ് JRF ക്വാളിഫൈ ചെയ്യണം എന്നാണ്. അങ്ങനെയുള്ളവരെ ഈ ഒരു ശബ്ദം ശ്രവിക്കുന്നവരിൽ ഇപ്പോൾ ഉള്ളൂ. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അറിയാം, നമ്മൾ ഒന്നുകിൽ +2 അല്ലെങ്കിൽ പ്രിലിമിനറി, പിന്നെ ഡിഗ്രി, ശേഷം PG ഒന്നുകിൽ കഴിഞ്ഞവർ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളാണ് ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും. എന്ന് വെച്ചാൽ PG ആണ് നമ്മുടെ നെറ്റ് എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ. അപ്പൊ ഈ എക്സാം ഒക്കെ എഴുതിയ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരിക്കലും ഒരു കോമ്പറ്റിറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ ഒരു കോച്ചിങ്ങിന്റെ ആവശ്യമില്ല. തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞ കാല അളവിൽ നമ്മൾ എങ്ങനെയാണോ പഠിച്ചിട്ടുള്ളത്, ഒരു പക്ഷേ നേരിട്ട് സ്ഥാപനങ്ങളിൽ പോയി പഠിച്ച ആളുകൾ ഉണ്ടാവും, ഡിസ്റ്റൻസ് ആയിട്ട് PG ചെയ്ത അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർ സ്വന്തമായിട്ടാണ് പലപ്പോഴും പഠനത്തിലേക്ക് എത്താറുള്ളത്, അല്ലെങ്കിൽ പഠിച്ച് റാങ്ക് വരെ നേടുന്ന ആളുകളുണ്ട്. അപ്പോ അങ്ങനെ പഠിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കോമ്പറ്റിറ്റീവ് എക്സാം അഥവാ നെറ്റ് ക്രാക്ക് ചെയ്യാൻ ഒരിക്കലും ഒരു കോച്ചിങ്ങിന്റെ ആവശ്യമില്ല. പിന്നെ എന്താണ് നമ്മളെ ഈ രൂപത്തിലൊരു കോച്ചിങ്ങിലേക്ക് എത്താനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളെ പഠനം ഒന്നുകൂടെ എളുപ്പമാവണം, നമുക്ക് ഒന്നുകൂടെ റൂട്ടിലൂടെ പോകണം എന്നതുകൊണ്ടാണ് ഈ ഒരു കോച്ചിങ്ങിൽ നമ്മൾ ഓരോരുത്തരും ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമതായി എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ജോയിൻ ചെയ്യുക എന്നുള്ളതല്ല പ്രധാനം, മറിച്ച് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നമ്മൾ ആരും നെറ്റ് JRF ക്വാളിഫൈ ചെയ്യാൻ പോകുന്നില്ല. ഈ ഒരു ജൂൺ റിസൾട്ട് വന്നപ്പോൾ, ജൂൺ നെറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ അതിൽ JRF നേടിയ നമ്മുടെ ഫോക്കസ് ഫാമിലി അംഗമായ ഹാദിയ നസീഹയുടെ വരികൾ ഒരു പക്ഷേ ചില ഗ്രൂപ്പിലുള്ള ആളുകളെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവര് ആദ്യമായി ഫോക്കസ് ഫാമിലിയിൽ വരുമ്പോൾ നെറ്റ് എന്ത് എന്ന് പോലും അറിയാത്ത ഒരു സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് 1ഉം 2ഉം തവണ നെറ്റ് എഴുതി, അതില് നെറ്റ് ക്രാക്ക് ചെയ്തു. പക്ഷെ JRF വേണ്ടിയിട്ട് അവര് 1-2 തവണ എഴുതിയപ്പോഴൊക്കെ നെറ്റാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ പിന്മാറാതെ വീണ്ടും അതിന്റെ പിന്നാലെ തന്നെ കൂടി ഇത്തവണ JRF ക്വാളിഫൈ ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും സംഭവിക്കാറുള്ളത്, 1-2 മാർക്കിന് മിസ്സാവുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് മാർക്കുകൾക്ക് മിസ്സാവുമ്പോൾ ഞാൻ എത്ര സമയം പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിന്മാറി പോകുന്ന ആളുകളെ നമുക്ക് കാണാം. അതിനപ്പുറം നമുക്കുണ്ടാവേണ്ടത്, നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് വരെ പരമാവധി എത്ര സമയം നമുക്ക് ചെലവഴിക്കാൻ സാധിക്കോ ആ രൂപത്തിൽ ചെലവഴിച്ചെങ്കിലാണ് നമുക്ക് ഓരോരുത്തർക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കുക. അപ്പോ നമ്മുടെ പഠനം കൃത്യമായ ഒരു റൂട്ടിലൂടെ കൊണ്ടുപോവുക, അതിന് സിലബസ് ഓറിയന്റഡ് ആയി ഇൻഷാ അല്ലാഹ് വ്യവസ്ഥാപിതമായ രൂപത്തിലുള്ള ക്ലാസ്സുകൾ ലഭിക്കാനും നോട്ട്സ് ലഭിക്കാനുമാണ് നിങ്ങൾ ഈ ഒരു ഫോക്കസ് ഫാമിലിയിൽ ഇപ്പോ ജോയിൻ ചെയ്തിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും നല്ല നോട്ട്സും അതുപോലെ തന്നെ ക്ലാസ്സുകളും തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. പക്ഷേ അതിന്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കുക. ഇതിന്റെ ഗുണം നിങ്ങൾക്ക് പ്രത്യേകമായി ഞാൻ പറയേണ്ടതില്ല. അതായത് നെറ്റ് ക്വാളിഫൈ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ കോളേജുകളിൽ, നമ്മൾ അറബിക്കിലാണ് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്, സ്വാഭാവികമായിട്ടും നമുക്ക് അറബിക്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യാനുള്ള യോഗ്യതയാണ്, എലിജിബിലിറ്റിയാണ് നമ്മൾ നേടുന്നത്. അപ്പോ ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ആ അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, വെറും ഒരു നെറ്റ് നേടുക എന്നുള്ളത് മാത്രമല്ല, നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കോളേജുകളിൽ, എയ്ഡഡ് കോളേജുകളിൽ, ഗവൺമെന്റ് കോളേജുകളിലൊക്കെ അധ്യാപകരാവാനുള്ള യോഗ്യതയാണ് നമ്മൾ നേടുന്നത്.
ഒരുപക്ഷെ 2027, 28 ആയിരിക്കും അടുത്ത കോളേജിയറ്റ് എക്സാം കേരളത്തിലേത് വിളിക്കുക. അപ്പൊ ആ സമയത്ത് നമ്മളൊക്കെ അതിന് അപ്ലൈ ചെയ്യാനും അതിന്റെ ആദ്യ റാങ്കുകളിൽ എത്താനും നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നെറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അല്ലെ, നമ്മളിപ്പോ ഇത്രയും കാലം പഠിച്ചിട്ട് നമ്മുടെ പേര് ഇതുവരെ ചേഞ്ച് ആയിട്ടില്ല. നിങ്ങൾ PhD ചെയ്യുന്നതോടുകൂടി, റിസർച്ച് ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ പേരിന്റെ മുമ്പിൽ ഒരു DR എന്നുകൂടെ വരും, അല്ലെ, ഡോക്ടർ എന്ന ഒരു പേര് കൂടെ നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പോ റിസർച്ച് ചെയ്യാനും ഇപ്പോ നമ്മൾ എന്ത് വേണം? നെറ്റ് എഴുതണം. അതില് ഫെലോഷിപ്പോട് കൂടി ഏകദേശം ഒരു കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇപ്പോ ഒരു 42,000 രൂപയൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എമൗണ്ട് 50,000 ആവും എന്നാണ് കേൾക്കുന്നത്. മാസം മാസം ഏകദേശം ഈ ഒരു എമൗണ്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം 5 വർഷമാവുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു ഡോക്ടർ എന്ന പദവി കൂടി നമ്മുടെ പേരിന് മുമ്പിൽ വരികയും ചെയ്യും. അപ്പൊ അതുകൂടെ നമുക്ക് എന്ത് ചെയ്യും? ഇതിലൂടെ ലഭിക്കുന്ന ഒരു ഗുണമാണ്. അപ്പൊ ഇതെല്ലാം മുൻകണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പഠനം ഷാർപ്പൻ ചെയ്യുക. കഴിഞ്ഞ ഏതെങ്കിലും നെറ്റ് എക്സാം എഴുതിയിട്ട് അത് കിട്ടാത്തതിന്റെ പേരിൽ നിരാശപ്പെടുന്ന ആളുകൾ, JRF കിട്ടാത്തവർ, ഇവരൊക്കെ ആ നിരാശ മാറ്റിവെച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത എക്സാമിൽ ഞാൻ ക്വാളിഫൈ ചെയ്യുക തന്നെ ചെയ്യും എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി ആയിരിക്കണം ഇനിയുള്ള ദിനങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത്. ഇത് നമ്മുടെ കോച്ചിങ്ങിൽ ഇപ്പോ പഠിതാക്കളായി ജോയിൻ ചെയ്ത ആളുകളോടും, ഇനി അല്ലാതെ സ്വന്തമായി ഒരുപക്ഷെ നമ്മുടെ കഴിഞ്ഞ കാല ബാച്ചുകളിലൊക്കെ ഉള്ള ആളുകൾ, അവരുടെ അടുക്കൽ നോട്ട്സ് ഉണ്ടാവും, ക്ലാസ്സുകൾ ഉണ്ടാവും, അതൊന്നും നമ്മൾ പിൻവലിച്ചിട്ടില്ല. അതൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടത് എന്നുള്ളത് മറക്കാതിരിക്കുക. ആ അർത്ഥത്തിൽ നിങ്ങൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ജോയിൻ ചെയ്ത ആളുകളോട് പ്രത്യേകമായി പറയാനുള്ളത്, നമ്മൾ എന്നും ഡെയിലി ഇൻഷാ അല്ലാഹ് ലൈവ് ക്ലാസ് ഉണ്ടാവും. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഒരു ദിവസം അഥവാ നിങ്ങൾക്ക് ലൈവ് സെഷനിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ അതിന്റെ റെക്കോർഡഡ് ലിങ്ക് നിങ്ങളുടെ പിന്നെ ഗ്രൂപ്പിൽ ലഭിക്കും. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയം ഉപയോഗപ്പെടുത്തി നിങ്ങൾ കേട്ടാൽ മതി. പിന്നെ 4 ഗ്രൂപ്പ് നമുക്കുണ്ട്. നമുക്കറിയാം, ഒരു അറബിക്കിന്റെ മെയിൻ ഗ്രൂപ്പ്, അതേപോലെ തന്നെ പേപ്പർ 1 ജനറൽ പേപ്പറിന്റെ മെയിൻ ഗ്രൂപ്പ്. അപ്പൊ ഈ 2 ഗ്രൂപ്പുകൾക്ക് പുറമെ വേറെ 2 ഗ്രൂപ്പുകൾ കൂടെ കാണാം. അറബിക്കിന്റെ ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പും പേപ്പർ 1ന്റെ ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പും. അപ്പൊ ഈ 4 ഗ്രൂപ്പും ചലിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും മെയിൻ ഗ്രൂപ്പ് 2ഉം ചലിക്കും. കാരണം അതില് പിന്നെ ക്ലാസ്സുകളുടെ ലിങ്ക്, അതേപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ് വീഡിയോ ലിങ്ക് വരും, നോട്ട്സ് വരും, പിന്നെ മോഡൽ ടെസ്റ്റുകൾ വരും. പക്ഷേ ആക്ടിവിറ്റി ഗ്രൂപ്പ് ചലിക്കേണ്ടത് അത് ഈ ഗ്രൂപ്പിലെ പഠിതാക്കളായ നമ്മൾ ഓരോരുത്തരുമാണ് ചലിപ്പിക്കേണ്ടത്. അപ്പൊ അതെന്തിനാ ചലിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, നമ്മൾ ഒരു നോട്ട്സുമായി മുമ്പിലിരുന്നാലും അതിൽ സ്വന്തമായി പഠിക്കുന്നതിന് ലിമിറ്റ് ഉണ്ടാവും. എന്നാൽ 24 മണിക്കൂറും എന്നോണം നമ്മൾ ഫോണുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ചടപ്പും ഉണ്ടാവില്ല, ഒരു ഉറക്കം ഉണ്ടാവില്ല, അല്ലെ, ഒരു ഉറക്കച്ചടവ് ഒന്നും ഉണ്ടാവില്ല. എത്ര സമയം വേണമെങ്കിലും നമ്മൾ ഫോണായിട്ട് ഇരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത നെറ്റ് ക്രാക്ക് ചെയ്യുന്നത് വരെ പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു നെറ്റ് ക്ലിയർ ചെയ്യാൻ, JRF ക്ലിയർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? ഫോൺ ഉപയോഗപ്പെടുത്തുക. ഒരു പുസ്തകം എടുത്ത് വായിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ പലർക്കും ഈ ഒരു ഫോൺ ഉപയോഗപ്പെടുത്തിയിട്ട് കുറെ സമയം പഠിക്കാൻ സാധിക്കും. അങ്ങനെ എന്ത് ചെയ്യുക? നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പ് കൂടെ നമ്മൾ ചലിപ്പിച്ച് മുന്നോട്ട് പോവുക. അത് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെയും നിങ്ങളുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ, മുമ്പത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. അവ ഉപയോഗിച്ച് ഡിസ്കഷൻ നടത്താൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗ്രൂപ്പ് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ സ്വന്തമായി പഠിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിക്കാൻ ആരെങ്കിലും കിട്ടുമോ എന്ന് പലരും അന്വേഷിക്കും. എന്നിട്ട് ആരെങ്കിലും ഒക്കെ നമ്മൾ തേടി പിടിക്കും. ഒരുപക്ഷെ നമ്മുടെ അത്ര തന്നെ മറ്റേ ആൾക്ക് എന്തുണ്ടാവില്ല, അവിടെ പിന്നെ ആവേശം ഉണ്ടാവില്ല. നമ്മൾ വലിച്ചു കൊണ്ടുവന്നോണ്ടായിരിക്കും അയാൾ നമ്മോടൊപ്പം പഠിക്കാണ്ടാവുക. അപ്പോ കുറച്ച് കഴിയുമ്പോൾ അയാൾ പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങളെപ്പോലെ തന്നെ ഫീ അടച്ച് ജോയിൻ ചെയ്ത കുറെ ആളുകളാണ് നമ്മുടെ ഈ ഒരു ടീമിൽ ഉണ്ടാവാം. അവരെല്ലാം ആഗ്രഹിക്കുന്നത് അടുത്ത തവണ നെറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നാണ്. അപ്പോ ഇടയ്ക്കൊക്കെ അവർ പിന്നോട്ട് പോകുമെങ്കിലും നമ്മൾ പിടിച്ചു വലിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നല്ല ഒരു ടീമായിട്ട് തന്നെ നമുക്ക് പഠിക്കാനും ഈ ഒരു നെറ്റ് JRF ക്രാക്ക് ചെയ്യാനും സാധിക്കും. അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിനെ നിങ്ങൾ കാണുകയും എക്സാം വരെ നിങ്ങൾ കൂടെ സഞ്ചരിക്കുകയും വേണമെന്ന്
ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഇന്നത്തെ ഉദ്ഘാടന സെഷനിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ പഠിതാക്കളായി നമ്മുടെ കൂടെയുള്ള നാളെ അഥവാ ഡിസംബർ നെറ്റ് എക്സാം നടന്ന് അതിന്റെ റിസൾട്ട് വരുമ്പോൾ അവിടെ നമ്മളിപ്പോ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് ഇവിടെ അങ്ങനെ കാണുന്നുണ്ട്. ആരുടെയും പേര് പ്രത്യേകമായി ഞാൻ പറയുന്നില്ല. ബദിയുസ്സമാൻ ഹമദാനി അടക്കം ഇവിടെ ഉണ്ട്. ഏതായാലും അങ്ങനെയുള്ള ഓരോരുത്തരും ഇൻഷാ അള്ളാ നാളെ റിസൾട്ട് വരുന്ന സമയത്ത് അവിടെ പിന്നെ നിങ്ങളുടെ JRF ഹോൾഡർ ആയിട്ട് അതേപോലെ തന്നെ നെറ്റ് ഹോൾഡർ ആയിട്ട് അവിടെ ഉണ്ടാവണം. അതാണ് നമ്മൾ ഈ ഒരു ഉദ്ഘാടന സെഷൻ മുതൽ അവസാന സെഷൻ വരെ എന്ന് വെച്ചാൽ ഡിസംബർ നെറ്റ് എക്സാം നടക്കുന്നതിന്റെ തലേ ദിവസം നാളെ എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നിർദ്ദേശം വരുന്നത് വരെ അത്രയും സമയം നിങ്ങൾ ആക്റ്റീവായി നമ്മുടെ കൂടെ ഉണ്ടാവണം. അങ്ങനെ നമ്മുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് എല്ലാവർക്കും നെറ്റ് JRF ക്രാക്ക് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മോട് പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകി ഇന്ന് സംസാരിക്കുന്നത് ഫോക്കസ് അഡ്മിന്മാരിൽ പ്രധാനികളായിട്ടുള്ള നസറുദ്ദീൻ സാർ, അതുപോലെ തന്നെ ഡോക്ടർ സുലൈമാൻ സാർ, അതുപോലെ തന്നെ ഈ നെറ്റിന്റെ അഡ്മിൻ കൂടിയായിട്ടുള്ള സലീം ദാരിമി, അതുപോലെ ഇബ്രാഹിം വാഫി, ഇവരെല്ലാം നമുക്ക് വേണ്ട ഏതാനും ചില നിർദ്ദേശങ്ങൾ കൂടി നൽകും. അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും ലെഫ്റ്റ് ആകാവൂ. ഇനി നമ്മള് ലൈവ് ക്ലാസ്സുകൾ ഒന്നും നമ്മൾ മിസ് ചെയ്യുന്നില്ല. കൂടെ തന്നെ നമ്മൾ സഞ്ചരിച്ച് തിരക്കുകൾ ഉണ്ടാവും. ആർക്കും തിരക്കില്ലാത്ത ആളുകളില്ല അല്ലെ? ഇപ്പോ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, വീട്ടുജോലികളുള്ള ആളുകൾ, ചെറിയ കുട്ടികളുടെ ആളുകൾ. അപ്പൊ ആ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി മൊബൈൽ കൊടുക്കേണ്ടി വരും, ലാപ്ടോപ്പ് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ തിരക്കുകൾ നമുക്കുള്ള പോലെ അടുത്ത തവണ ഡിസംബർ നെറ്റ് എക്സാമിൽ ആരൊക്കെയാണോ JRF നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് അവർക്കൊക്കെ അതേപോലെ തിരക്കുകൾ ഉണ്ടാവും. അപ്പോ നമ്മൾ വിചാരിക്കരുത് നമുക്ക് മാത്രമേ തിരക്കുള്ളൂ എന്ന് വിചാരിക്കരുത്. ഈ തിരക്കുകൾക്കിടയിലും കുറഞ്ഞ സമയം നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നമുക്ക് എല്ലാവർക്കും അടുത്ത തവണ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അള്ളാഹു അതിന് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുമായി നസറുദ്ദീൻ സാർ വരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രേം നിറഞ്ഞ ഫോക്കസ് അഡ്മിൻസ്, ഫോക്കസ് ഫാമിലി മെമ്പേഴ്സ്, നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് UGC നെറ്റ് അറബിക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. UGC നെറ്റ് അറബിക്കിനെ കുറിച്ച് ബേസിക്കായി നമുക്ക് കൂടുതൽ പേർക്കും അറിയാം. ഞാൻ ഈ സമയത്ത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2019 ഞാൻ നെറ്റ് എക്സാം എഴുതി അൽഹംദുലില്ലാഹ് JRF കിട്ടി. എങ്ങനെ ലഭിച്ചു, ഞാൻ അന്ന് എന്തൊക്കെയായിരുന്നു ചെയ്തത്, അതുകൊണ്ട് എന്ത് ഉപകാരം എനിക്ക് കിട്ടി, ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഇനിയും ഇതുപോലെ ഒരുപാട് അവസരങ്ങൾ നമുക്ക് പല എക്സ്പീരിയൻസും ഷെയർ ചെയ്യാൻ ഉണ്ടാകും. അപ്പോഴൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം എന്ന് ഞാൻ ആദ്യമായി പറയുകയാണ്. ഞാൻ ആദ്യമായി നെറ്റ് എക്സാം എഴുതുന്നത് 2018 ജൂലൈ മാസത്തിലാണ്. നമ്മളിപ്പോ ഒരു ജൂലൈയിലാണല്ലോ ഉള്ളത്. അന്ന് 2018 ജൂലൈ 18 ആദ്യമായിട്ട് ഒരു നെറ്റ് എക്സാം എഴുതാൻ വേണ്ടി ഞാൻ പോകുന്നത്. എഴുതാൻ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സുഹൃത്തിനോട് ഞാൻ നെറ്റ് എക്സാമിനെ കുറിച്ചും JRF കുറിച്ചും ഒക്കെ ചോദിച്ചിരുന്നു. എനിക്ക് അന്ന് JRF കിട്ടാനുള്ള ഒരു താല്പര്യം വന്നത് ഞാൻ ഒരു PhD ചെയ്യാൻ ഒരു ഗൈഡിനൊക്കെ അന്വേഷിച്ച് പോയപ്പോ അദ്ദേഹം പറഞ്ഞു JRF ആയിട്ട് വരും. ആദ്യം കേട്ടപ്പോ എനിക്ക് ഈ JRF അത് എവിടുന്നാ കിട്ടുക എന്ന ഒരു ചിന്തയായിരുന്നു വന്നിരുന്നത്. അത്രത്തോളം എന്താണ് ഈ JRF എന്ന് അറിയില്ലായിരുന്നു ആ ഒരു സമയത്ത്. ഇന്നത്തെ കാലവും അന്നത്തെ കാലവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യരുത്. ഇന്ന് ഡിഗ്രി ചെയ്യുന്നവർക്ക് പോലും
PG ചെയ്യുന്ന എല്ലാവർക്കും നെറ്റ് JRFനെ കുറിച്ച് അറിയുമെങ്കിൽ അന്ന് കേരളത്തിൽ തന്നെ JRF കിട്ടുന്നവര് വളരെ കുറവായിരുന്നു. 2 or 3 പേരൊക്കെയാണ് കൂടിയാൽ കേരളത്തിൽ ഉണ്ടാവാറുള്ളത് നോർമലി. അങ്ങനെ ആദ്യമായി 2018 ജൂലൈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിനോട് JRF അല്ലെങ്കിൽ നെറ്റ് ഇത് ക്രാക്ക് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് തന്ന ഒരു മറുപടി, നെറ്റ് JRF അതൊക്കെ ഒരു ലക്കിയാണ്, അതിനുവേണ്ടി സമയം ചിലവഴിച്ച് വെറുതെ ടൈം വേസ്റ്റ് ആക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പറയാണ് അദ്ദേഹത്തിനെ കുറിച്ച്, ഞാൻ 8 പ്രാവശ്യം നെറ്റ് എക്സാം എഴുതി. 8 പ്രാവശ്യം എഴുതിയപ്പോഴും എനിക്ക് നെറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ ജസ്റ്റ് 2 or 3 ശതമാനം അതിനൊക്കെയാണ് നഷ്ടപ്പെടുന്നത് പലപ്പോഴും. അപ്പൊ അത് ചിലർക്ക് ഭാഗ്യമുണ്ടെ കിട്ടും, എനിക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊരു മറുപടി ആയിരുന്നു അന്ന് എനിക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ ആ എക്സാം എഴുതി എൻ്റെ കൂടെയുള്ള പലർക്കും കിട്ടി. അദ്ദേഹത്തിന് 8ാമത്തെ പ്രാവശ്യവും 9ാമത്തെ പ്രാവശ്യം കിട്ടിയിട്ടില്ല. എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് കിട്ടിയ ആ ഒരു അനുഭവം വന്നപ്പോ ഞാൻ അവരോട് അതിന്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് അവര് പറഞ്ഞത്, വ്യക്തമായ സിലബസ് അടിസ്ഥാനത്തിൽ കറക്റ്റ് നോട്ട് വെച്ച് ഓൾഡ് ക്വസ്റ്റ്യൻ വെച്ച് സിസ്റ്റമാറ്റിക് ആയ പഠനത്തിലൂടെയാണ് അദ്ദേഹത്തിന് എൻ്റെ ഒരു അടുത്ത മറ്റൊരു ഫ്രണ്ടിന് JRF കിട്ടിയത്. അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു, ആദ്യം നെറ്റിന്റെ സിലബസ് ഒന്ന് പ്രിന്റ് എടുക്കണം. അവസാനം നടന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് എടുക്കണം. പിന്നെ 2-3 പേരെ കൂടെ ചർച്ച ചെയ്ത് പഠിക്കാൻ കിട്ടണം. ഇതിനൊക്കെ എന്ത് ചെയ്യും? ഞാൻ ആദ്യമായി സിലബസ് പ്രിന്റ് എടുത്തു, ക്വസ്റ്റ്യൻ പ്രിന്റ് എടുത്തു, എന്നോട് കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് 2-3 പേരെ ചർച്ച ചെയ്ത് പഠിക്കാൻ കൂട്ടി. അങ്ങനെ ആ റിസൾട്ട് വന്ന ഉടനെ തന്നെ ആ ഒരു രൂപത്തിലുള്ള പഠനം നന്നായി സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ തുടർന്നു. അൽഹംദുലില്ലാഹ് 2018 ഡിസംബർ എക്സാമിന് നെറ്റ് കിട്ടി. കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയി ചർച്ച ചെയ്ത് തന്നെ നന്നായി ഞാനും നമ്മളുടെ ഫോക്കസിലെ അഡ്മിന്മാരിൽപ്പെട്ട സുലൈമാൻ സാർ, ഖാലിദ് സാർ, അങ്ങനെ കുറച്ച് ആളുകളൊക്കെ പാടെ കൂടി തുടർച്ചയായ ദിവസങ്ങളിൽ, അന്ന് ഇന്നത്തെ പോലെ ഓൺലൈൻ ഗൂഗിൾ മീറ്റോ സൂമോ ഒന്നും വ്യാപകമല്ല. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് JRF കിട്ടിയതിന്റെ ശേഷമാണ് ഞാൻ ആദ്യമായി സൂം, ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്നത്. നിങ്ങളിൽ 2019 മുൻപ് ഉപയോഗിച്ചവർ ചിലപ്പോൾ ഉണ്ടാവാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ആദ്യമായി ഞാൻ ഗൂഗിൾ മീറ്റും സൂമും ഒക്കെ ഉപയോഗിക്കുന്നത് എനിക്ക് JRF കിട്ടിയതിന്റെ ശേഷമാണ്. ഞാൻ ഇതിവിടെ പറയുന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യണമെങ്കിൽ ഗൂഗിൾ മീറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ വ്യാപകമല്ല, സൂം വ്യാപകമല്ല. ഒരു ഡിസ്കഷൻ ആയിട്ട് പഠിക്കണമെങ്കിൽ, ഡിസ്കഷൻ ചെയ്ത് പഠിക്കണമെങ്കിൽ ഡയറക്റ്റ് തന്നെ പോയി പഠിക്കണം. കോഴിക്കോടുള്ള ഞാനും നിലമ്പൂരിലുള്ള ഖാലിദ് സാറും കൊണ്ടോട്ടി ഭാഗത്തുള്ള സുലൈമാൻ സാറും, അങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, ഇവർ മാത്രമല്ല ഇനിയും തിരൂർ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ, അങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കോഴിക്കോടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടി ഡിസ്കസ് ചെയ്ത് കറക്റ്റ് പ്ലാനഡ് ആയി പഠിച്ച് അങ്ങനെയാണ് 2019 അൽഹംദുലില്ലാഹ് JRF ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് JRF നെറ്റ് എന്നുള്ള ലക്ഷ്യം നേടാൻ ഏറ്റവും പ്രധാനമായി ആദ്യമായി വേണ്ടത് സിലബസ് നന്നായി മനസ്സിലാക്കണം. സിലബസിൽ A to Z, ഒന്നാമത്തെ വ്യക്തിയുടെ പേര് മുതൽ
യൂണിറ്റ് 10 അവസാനം പറയുന്ന കാര്യം വരെ നമുക്ക് നമ്മളുടെ മനസ്സിലുണ്ടാവണം. രണ്ടാമത്തത് ഓൾഡ് ക്വസ്റ്റ്യൻ. ഏറ്റവും ചുരുങ്ങിയത് 2018 ഡിസംബറിൽ ഓൺലൈൻ എക്സാം ആയതിന്റെ ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മുതലെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അവലോകനം ചെയ്യണം. ജസ്റ്റ് നോക്കി പോല ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിന്റെ ഓപ്ഷൻ അടക്കം നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്കഷൻ. ഡിസ്കസ് ചെയ്ത് പഠിക്കുക. നമുക്ക് കൂടുതൽ പേരുടെയും എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയതിനനുസരിച്ച് ഒരു 5 പ്രാവശ്യം നമ്മൾ ഒറ്റക്ക് വായിക്കുന്നതിനേക്കാൾ ചർച്ച ചെയ്ത് പഠിച്ചാൽ നമ്മളെ മനസ്സിൽ ഓർമ്മയുണ്ടാവും. ചിലർക്കൊക്കെ 15ഉം 20ഉം പ്രാവശ്യം വായിച്ച് ഒറ്റക്ക് വായിക്കുന്നതിനേക്കാൾ നല്ലത് കൂട്ടത്തിൽ ചർച്ച ചെയ്ത് പഠിക്കലാണ്. ആ രൂപത്തിൽ നന്നായി ചർച്ച ചെയ്ത് പഠിക്കുകയും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ നോ ദ പ്ലേസ് ഓർ നമ്മൾ എവിടെ നിന്നാണ് NTA ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു മനസ്സിലാക്കൽ, അതും കൂടെ നമ്മൾ ഒരു JRF ആഗ്രഹിക്കുന്ന, നെറ്റ് ആഗ്രഹിക്കുന്നവർക്ക് അത്യാവശ്യമാണ്. ഫോക്കസ് അക്കാഡമി 2019 നമുക്ക് നമ്മൾ നിലവിൽ ഉള്ള ഖാലിദ് സാർ, സുലൈമാൻ സാർ, എനിക്ക് അടക്കമുള്ള ആളുകൾക്ക് നമ്മൾ അന്ന് ഉദ്ദേശിച്ച ആ ഒരു ലക്ഷ്യത്തിൽ എത്തിയതിന്റെ ശേഷം നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് ആ ഒരു രൂപത്തിൽ ക്ലാസ് ലഭിക്കണമെന്ന് പലരും നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് ആ ഒരു ശൈലി, ആ ഒരു കാര്യം തന്നെ നമ്മളെ മറ്റുള്ളവർക്കും നൽകണം എന്നൊരു ആഗ്രഹം പലരും ആവശ്യപ്പെട്ട കാരണത്താലാണ് 2019 ഡിസംബർ എക്സാമിലേക്ക് നമ്മൾ ആദ്യമായിട്ടൊരു ബാച്ച് തുടങ്ങുന്നത്. അപ്പോ ആദ്യമായി നമ്മൾ സിലബസ് മനസ്സിലാക്കണം, ഓൾഡ് ക്വസ്റ്റ്യൻ നന്നായി റെഫർ ചെയ്യണം, ഡിസ്കസ് ചെയ്ത് പഠിക്കണം. ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് നെറ്റ് JRFന് അതിയായി ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടം തന്നെയാണ് നമ്മളുടെ ഫോക്കസിൽ ഓരോ പ്രാവശ്യവും ജോയിൻ ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സ്. അതോടുകൂടെ അൽഹംദുലില്ലാഹ് ഏറ്റവും നല്ല ഒരു സിലബസ് അടിസ്ഥാനത്തിലുള്ള നോട്ട് എവിടെയൊക്കെ നോക്കിയിട്ടാണോ നെറ്റിന് ക്വസ്റ്റ്യൻ അവരിടുന്നത് ആ ഏരിയയൊക്കെ മാക്സിമം കവർ ചെയ്തുകൊണ്ട് നല്ല ഒരു നോട്ടും എല്ലാം ഒതുങ്ങിയ രൂപത്തിലാണ് ഫോക്കസ് നിങ്ങൾക്ക് ക്ലാസ്സുകളും നോട്ടുകളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അഡ്മിൻസ് മാക്സിമം നിങ്ങളോട് കൂടെ ഉണ്ടാവും. നിങ്ങളെ കൈപ്പിടിച്ച് JRFൽ എത്തിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ JRFൽ എത്തിയാലേ അഡ്മിൻസിന് ഒരു റാഹത്താവുകയുള്ളൂ, സന്തോഷമാവുകയുള്ളൂ. ആ രൂപത്തിൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നിങ്ങളും നേരത്തെ ഖാലിദ് സാറൊക്കെ പറഞ്ഞതുപോലെ നല്ല തിരക്കുള്ളവരായിരിക്കും. ഫ്രീ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആരെയും കാണാൻ കഴിയൂല. കഴിഞ്ഞ അതിന്റെ മുൻപത്തെ ഒക്കെ ബാച്ചുകളിൽ JRF ലഭിച്ചവർ, നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് JRF ലഭിച്ചവരുടെയും നെറ്റ് ലഭിച്ചവരുടെയും ഒക്കെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പിന്നീട് ലഭിക്കും ഇൻഷാ അല്ലാഹ്. അവരുടെയൊക്കെ എക്സ്പീരിയൻസിൽ ഏറ്റവും തിരക്ക് കൂടിയവർക്കാണ് പലർക്കും JRF കിട്ടിയത്. പലരും കഴിഞ്ഞതിന് മുൻപത്തെ JRF അനുഭവം പറഞ്ഞവരുടെയൊക്കെ വാക്കുകൾ ഞാൻ ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. ഹോസ്പിറ്റലിൽ 2-3 മാസം കിടക്കുകയായിരുന്നു ചിലര്. അവിടെ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നുകൊണ്ട് പഠിച്ച ആളുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് JRF വാങ്ങിയ ആളുകള്. മറ്റ് പിന്നെ ലേഡീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രഗ്നന്റ് ആയി പ്രസവിച്ച ഉടനെ എക്സാം എഴുതി JRF വാങ്ങിയ ആളുകള്. പിന്നെ 3-4 മക്കളെ നോക്കി സുബഹിക്ക് മുൻപെണീച്ച് കുട്ടികൾ ഉറങ്ങിയതിന്റെ ശേഷം പഠിച്ച് അങ്ങനെയൊക്കെ പഠിച്ച് JRF വാങ്ങിയവർ. അങ്ങനെ തിരക്കുകൾക്കിടയിൽ JRF വാങ്ങുന്നവരെയാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. അതുകൊണ്ട് എനിക്ക് തിരക്കാണ്, അവിടെ പണിയുണ്ട്, ഇവിടെ പണിയുണ്ട് എന്ന് പറഞ്ഞിരുന്ന് നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോൾ JRF നേടാൻ ശ്രമിക്കാം എന്ന് കരുതിയാൽ നിങ്ങൾക്ക് JRF കിട്ടാൻ സാധ്യതയുള്ളത്
നമ്മളുടെ മൗത്തിന്റെ ശേഷമായിരിക്കും, അപ്പോഴേ ഫുൾ ഫ്രീ ആവുള്ളൂ. അതുകൊണ്ട് തിരക്കുകൾക്കിടയിലാണ് എല്ലാവരും JRF നേടിയെടുത്തത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എനിക്കും എന്റെ മുമ്പ് JRF കിട്ടിയവർക്കും ഓരോ ദിവസവും വലിയ വലിയ കിതാബുകൾ എഴുതിയവർക്കും അമേരിക്കൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും എല്ലാവർക്കും 24 മണിക്കൂറാണുള്ളത്. ആ 24 മണിക്കൂറിനെ എങ്ങനെ ഇഫക്റ്റീവായി ഉപയോഗപ്പെടുത്താം, അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. തിരക്ക് എന്നുള്ള കാരണം പറഞ്ഞ് നമ്മളുടെ സ്വപ്നം മാറ്റിവെക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം എളുപ്പമാക്കട്ടെ. ആമീൻ എന്ന് മാത്രം പറയാണ്. JRFന്റെ നിലവിലെ ബെനിഫിറ്റ് നമുക്കൊക്കെ അറിയുന്നതാണ്. JRF നിലവിൽ 37,000 രൂപ ആദ്യ 2 വർഷം തന്നെ JRFന്റെ എമൗണ്ട് മാത്രമായിട്ട് കിട്ടും. പിന്നെ അതിനു പുറമെ നമുക്ക് കണ്ടിജൻസി, HRA എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ മാസവും ഒരു 6,000 ഒക്കെ അതും ലഭിക്കും. ഒരു 42,000-ത്തിലധികം 43,000-ത്തിലധികം എല്ലാ മാസവും നമുക്ക് ആദ്യ 2 വർഷം തന്നെ കിട്ടും. അതിനുശേഷം 2 വർഷം കഴിഞ്ഞാൽ SRF ആകുമ്പോൾ 42,000 ബേസിക് ആയിട്ടും കിട്ടും. പിന്നെ അതിന്റെ HRA പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായിരിക്കും. ഉൾനാട്ടിലൊക്കെ ആണെങ്കിൽ അതിന് 8-9%, പിന്നെ മുനിസിപ്പാലിറ്റി ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ 16%, അത് മെട്രോ സിറ്റികളാണെങ്കിൽ 24%. അങ്ങനെ HRA കൂടും. ഈ 42,000-ത്തിന് പുറമെയാണ് പറയുന്നത് നമുക്ക് HRA എന്ന് പറഞ്ഞിട്ട് ഹൗസ് റെലവൻസ് എല്ലാ മാസവും ലഭിക്കും. പിന്നെ ഇതിനും പുറമെ പേപ്പറൊക്കെ വാങ്ങാന്ന് പറഞ്ഞിട്ട് കണ്ടിജൻസി എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് നമുക്ക് JRFന് ഏകദേശം 2,500, SRFന് ഏകദേശം 5,000. ഈ രൂപത്തിലൊക്കെ നമുക്ക് ലഭിക്കാനുള്ള വലിയൊരു അവസരമാണ്. പിന്നെ നിലവിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്, നേരത്തെ ഖാലിദ് സാർ സൂചിപ്പിച്ചതുപോലെ 60,000-ത്തിന് മുകളിൽ ഈ എമൗണ്ട് കൂട്ടണം എന്ന ഒരു ആവശ്യവും ഒരു ചർച്ചയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ JRF വാങ്ങുമ്പോഴേക്കും ആ ഒരു എമൗണ്ടിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഞാൻ ഈ ഒരു എമൗണ്ട്, ഈ ഒരു സംഖ്യ ഇവിടെ പറഞ്ഞത് പണത്തിന് വേണ്ടി പഠിക്കണം എന്ന രൂപത്തിനല്ല. നമ്മൾക്ക് എല്ലാവർക്കും പണം അത്യാവശ്യമാണല്ലോ, പണമില്ലാതെ ജീവിക്കാൻ കഴിയൂലല്ലോ. നമുക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നതോടുകൂടെ നമ്മളുടെ പഠനവും അതിനോട് കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ പലപ്പോഴും തുടർ പഠനത്തിന് അവസരം ലഭിക്കാത്തത് പണത്തിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും. എന്നാൽ എന്നോട് കൂടെ PhDക്ക് ജോയിൻ ചെയ്ത ഒരു ടീച്ചറുടെ കാര്യം പറയുകയാണെങ്കിൽ, അവര് 2020 തുടക്കത്തിലാണ് PhDക്ക് ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്ത് ആ സമയത്ത് പെട്ടെന്ന് കൊറോണ കാരണത്താൽ ലോക്ക്ഡൗൺ ആയി. അങ്ങനെ അവരുടെ ചെലവും അവരുടെ ഹസ്ബൻഡിന്റെ ചെലവും കുടുംബക്കാരുടെ ചെലവൊക്കെ ഇവരായിരുന്നു ആ സമയത്ത് എടുത്തിരുന്നത്. ഹസ്ബൻഡ് പെട്ടെന്ന് ഗൾഫിൽ നിന്ന് ജോലി ക്യാൻസലായി, തിരിച്ചു കുറച്ചും കൂടെ വരേണ്ടി വന്നു. ഏതായാലും നമുക്ക് റിസർച്ച് ചെയ്യണമെന്ന് അതിയായി ആഗ്രഹം ഉണ്ടാവുകയും എന്നിട്ട് പണം ഒരു തടസ്സമായി നിൽക്കുകയും ചെയ്യുന്നവർക്ക് വലിയൊരു അവസരമാണ് JRF. ആ ഒരു JRF ഇതിനെക്കുറിച്ച് ഇനിയും അതിന്റെ ബെനിഫിറ്റുകൾ പറയാനുണ്ട്. ഈ ഒരു സമയം അതിന് പറ്റിയ സമയമല്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റൊരു സമയത്ത് ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ സുലൈമാനാണ്. ഡോക്ടർ സുലൈമാൻ നമുക്കറിയുന്നത് പോലെ നമ്മളുടെ ഫോക്കസിന്റെ ഒരു സ്ഥാപക അഡ്മിന്മാരിൽപ്പെട്ട ഒരാളാണ്. നിലവിൽ കുനിയിൽ അൻവാറുൽ ഇസ്ലാം കോളേജിൽ വർക്ക് ചെയ്യുകയാണ്. കേരളത്തിൽ പല സ്ഥലത്തും ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ആയിട്ട് മോട്ടിവേഷൻ, കേരളത്തിൽ എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലും അദ്ദേഹത്തിന്റെ സ്പീക്കിന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ക്ഷണിക്കപ്പെടാറുണ്ട്. നമുക്കറിയാം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സുലൈമാൻ സാറ് ഈ ഒരു സെഷനിൽ നെക്സ്റ്റ് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി ക്ഷണിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിക്കട്ടെ. ആമീൻ. നമ്മൾ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ നമ്മളും കൂടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അല്ലാഹു
അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സുലൈമാൻ സാറെ നെക്സ്റ്റ് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. ഏറെ ആദരണീയരായ ഫോക്കസിന്റെ അഡ്മിൻസ്, അതോടൊപ്പം വരാനിരിക്കുന്ന പരീക്ഷ 2025 ഡിസംബർ 2025 25 വർഷത്തെ അവസാന മാസമാണ് ഡിസംബർ മാസത്തെ പരീക്ഷയെ നേരത്തെ തന്നെ ഒരു പരീക്ഷയുടെ റിസൾട്ട് വന്ന് അതിൻ്റെ വിജയികളൊക്കെ അനുമോദിച്ചുകൊണ്ടിരിക്കുന്ന തൊട്ടടുത്ത ദിവസം തന്നെ ആരംഭിച്ച പഠന പ്രവർത്തനങ്ങൾ, ഏറ്റവും ആദ്യം ആരംഭിക്കുന്ന ക്ലാസ് ആയിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുക. ആ രൂപത്തിൽ പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠന പ്രവർത്തനങ്ങളിൽ സജീവമാവാൻ എത്തിയിട്ടുള്ള പ്രിയ ഫോക്കസിലെ കുടുംബാംഗങ്ങളെ എല്ലാവരും വളരെ സുപ്രധാനമായ ഒരു മീറ്റിംഗിൽ എന്നറിയാം. മുൻകഴിഞ്ഞ സംസാരങ്ങളിൽ നിന്നൊക്കെ അത് നിങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും അതിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ ആ രൂപത്തിൽ ക്രമീകരിച്ചെടുക്കാനുള്ള മെച്ചപ്പാടിലും അതിന് വേണ്ടുള്ള പ്രവർത്തനത്തിലാണെന്ന് നന്നായി അറിയാം. ഞാനും നിങ്ങളെ പോലെ തന്നെ ഫോക്കസിന്റെ പ്രവർത്തനങ്ങളുടെ മുമ്പ് തന്നെ നെറ്റിന് വേണ്ടി പരിശ്രമം നടത്തുകയും ഫോക്കസ് എന്ന ഒരു അക്കാദമി വരുന്നതിന് മുമ്പേ നേരത്തെ നസീർ സാർ സൂചിപ്പിച്ച പോലെ പഠന പ്രവർത്തനത്തിന് ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ ഇതേ വഴി സഞ്ചരിച്ച ആളായതുകൊണ്ട് സൂചിപ്പിക്കുന്നു എന്നർത്ഥം. ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് അതിൻ്റെതായ പരിമിതികൾ ഉണ്ടെന്നറിയാം. പക്ഷെ നമുക്ക് ഇതാണല്ലോ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഒരു ആർ യു റെഡി ടു, നിങ്ങളൊക്കെ ഒന്ന് റെഡിയാണോ, എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. റെഡി ടു ഡാഷ്, അത് റെഡിയാണ്. യെസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കോ. ഹലോ, യെസ് ഓർ നോ? യെസ്. ഹംദ അയച്ചു. ഓക്കെ, മറ്റൊരു അക്കാദമിയിൽ ആൾ അയച്ചു. ഫഹദ്, ഫാത്തിമ, ഓക്കെ, സൗമ്യ, കുറെ ആളുകൾ ഓക്കെ. യെസ് ഓർ നോ? നമുക്ക് ആവശ്യം അതാണ്. നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ. നമ്മൾ ഇരിക്കുന്ന റൂം ചിലപ്പോൾ വേണ്ടത്ര ഫർണിഷ്ഡ് ആയില്ല, വേണ്ടത്ര സെറ്റപ്പ് ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ മൈൻഡാണ് അവിടെ ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മളാണ് മാറേണ്ടത്. നേരത്തെ പറഞ്ഞ നല്ലൊരു ടീം വർക്കിനുള്ള ടീംസ് നമ്മുടെ മുമ്പിലുണ്ട്. യെസ്, ഇതാണ് നമുക്ക് ഈ ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് ആവശ്യം. ഒരു വൈബ് എന്ന് പറയുന്നത് ഒരു വൈബ്രേഷനാണ്. അത് ഒരു മുത്തഹറക്കാണ്, ഒരു ഹറക്കത്താണ്, സുക്കൂത്തല്ല. ഓക്കെ, നേരത്തെ സൂചിപ്പിച്ച പോലെ ബദീർ സമാൻ, ഹമദാനി അടക്കമുള്ള ഒരു വൈബായ ഒരു ടീമാണ് നമ്മളിവിടെ ഉള്ളത്. അപ്പൊ നമ്മുടെ യെസ്, ധാരാളം ആളുകൾ ഈ ഓൺലൈനിൽ നമ്മുടെ ക്ലാസ്സിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം വേണ്ടത് ഒരു വൈബാണ്. നന്നായിട്ടില്ലേ, വൈകുന്നേരം വരെ പല പ്രവർത്തനങ്ങളിൽ മുഴുകിയെത്തി അവസാനത്തെ സമയത്താണ് നമ്മൾ ഉള്ളത്. ഇനി വേഗം കിടന്നുറങ്ങലാവും ചിലപ്പോൾ ഒരു പക്ഷെ ഇന്ന്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യാം അല്ലെ. യോഗയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, മെക്സവന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ബ്രീത്തിങ് ആണ്. നന്നായിട്ടൊന്ന് ഡീപ്പ് ബ്രീത്ത്. എല്ലാവരും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നന്നായിട്ടൊന്ന് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് ആവട്ടെ. നമുക്ക് കൈക്കൊരു കൈവിരലിൽ ചെറിയൊരു മുറിവ് പറ്റി എന്ന് കരുതിക്കോ. നമ്മൾ എന്ത് ചെയ്യും? മേലോട്ടൊരു വലിയാണ്, നന്നായിട്ട് ബ്രീത്ത് ചെയ്യും, വലിച്ചെടുക്കും. നമ്മൾ ആ രൂപത്തിലൊന്ന് എനർജി വരട്ടെ. ഈ വൈകുന്നേരത്തെ ഈ രാത്രിയുടെ അലസതയും പ്രയാസമൊക്കെ മാറി നമ്മുടെ ഈ ഓൺലൈൻ മാറിയിട്ട് ഒരു ഹെവിയത്ത്, ഒരു വാട്സപ്പ് അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റ് മാറിയിട്ട് ഒരു ഹെവിയത്ത്, ഒരു ലൈവായിട്ട് നമ്മൾ മാറട്ടെ. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒക്കെ എല്ലാവരും റെഡിയാണെന്നറിയാം. വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഒരു 8-10 മിനിറ്റിനുള്ളിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനിങ്ങനെ മീറ്റിങ്ങിൽ ഇരുന്ന സമയത്ത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ കുറച്ച് ദിവസങ്ങളായി സെർച്ച് ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ കയറി നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ യൂട്യൂബ് കയറി ഇവാൻ കാർമൈക്കിളാണ് ആള്. ഇവാൻ കാർമൈക്കിളാണ്. ഞാൻ യൂട്യൂബ് കയറി അദ്ദേഹത്തെ കുറിച്ച് എടുത്തു നോക്കി. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ധാരാളം വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങളിങ്ങനെ കണ്ടാൽ അറിയാമായിരിക്കും. ഇവാൻ കാർമൈക്കിൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോക്കിയാൽ അറിയാം. ലോകത്ത് അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ്. കനേഡിയക്കാരനായ യുവാവ്. വലിയ ആ ഒരു യുവാവിന്റെ ധാരാളം വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കുറെ ഇന്റർവ്യൂസ്, കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിയാൽ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ലഭ്യമാവും. ജസ്റ്റ് ഞാനിങ്ങനെ അതുപോലെ തന്നെ അദ്ദേഹത്തെ ഗൂഗിളിൽ നിന്ന് അദ്ദേഹത്തെ സെർച്ച് ചെയ്തു. ഇവാൻ കാർമൈക്കിളിനെ
ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫ്, ജീവിതം, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ അദ്ദേഹം ഒരു യൂട്യൂബറായി നിൽക്കുന്നത്, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, മറ്റു പല കാര്യങ്ങളും ആ രൂപത്തിൽ അദ്ദേഹം അവിടെ ചർച്ച ചെയ്യുന്നതായിട്ട് അവിടെ പഠിപ്പിച്ചിരുന്നു. കുറെ കാര്യങ്ങൾ ഞാൻ അതിലേക്ക് ഇപ്പൊ കടന്നു പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, കനേഡിയനായ അദ്ദേഹം ജസ്റ്റ് ഞാൻ AI അതിലേക്ക് വന്നപ്പോൾ ഇവാൻ കാർമൈക്കിൾ, ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കനേഡിയനായ ഈ സംരംഭകൻ, യുവാവ്, അദ്ദേഹം ലോക പ്രശസ്തമായ ചില എഴുത്തിലേക്ക് അദ്ദേഹം പോവാണ്. ആളുകൾ ഈ ഒരു സംരംഭകനായിട്ടുള്ള അദ്ദേഹം അതൊന്ന് മാറിയിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ഒരു വൺ ബില്യൺ സംരംഭകരെ സ്വയം വിശ്വസിക്കുവാൻ വേണ്ടി, നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുക, അവരെ പഠിപ്പിക്കുക, അവർക്ക് മോട്ടിവേഷൻ ആവുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മെയിൻ ലക്ഷ്യം. അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഒരു എഴുത്തിലോ അല്ലെങ്കിൽ ഒരു ലോകം കണ്ട യൂട്യൂബറാണ് അദ്ദേഹം. യൂട്യൂബറായി നിൽക്കുന്നതിലോ അല്ലാതെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം വളരാനൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ എയിം ചെയ്യുന്ന, അദ്ദേഹം സ്വയം വിശ്വസിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പഠിപ്പിക്കുക. അപ്പൊ അദ്ദേഹം എന്നിട്ട് എന്ത് ചെയ്തു, യുവർ വൺ വേർഡ് ദ പവർഫുൾ സീക്രട്ട് ടു ക്രിയേറ്റിംഗ് എ ബിസിനസ് ആൻഡ് ലൈഫ് ദ മാറ്റർ എന്ന് പറയുന്നതും, ബിൽഡ് ടു സെർവ് എന്ന് പറയുന്ന നിരവധി പുസ്തകങ്ങൾ, എത്രയോ പുസ്തകങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ 1 ബില്യൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 10,000 ലക്ഷം സംരംഭകരെ മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് സ്വയം വിശ്വസിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മെയിൻ ഗോൾ. ആ ഗോൾ വെച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവാൻ കാർമൈക്കിളിനെ കുറിച്ച് ജസ്റ്റ് സെർച്ച് ചെയ്തത്. ഞാനത് പറയാൻ കാരണം, നമ്മളെ തന്നെ വിശ്വസിക്കലാണ്. അപ്പോ നസറുദ്ദീൻ സാർ പറഞ്ഞല്ലോ, നമ്മളെ തന്നെ വിശ്വസിക്കുക. ആദ്യം വേണ്ടത് അതാണ്. ഈ ഉന്നതങ്ങളിൽ എത്തിയ ആളുകൾ അവര് ഓർഡിനറി പീപ്പിളാണ്, സാധാരണക്കാരാണ്. സാധാരണക്കാരായ ആളുകൾക്കാണ് ഇതിനൊക്കെ സമയം കിട്ടുള്ളൂ. ഒരു ജോലി, ഒരു കോഴ്സ്, IIT അല്ലെങ്കിൽ ITI തുടങ്ങിയിട്ടുള്ള പല കോഴ്സുകളുണ്ട്. പല രൂപത്തിൽ ജോലി ആവശ്യമായ കോഴ്സുകളുണ്ട്, പലതുണ്ട്. അതിലൊക്കെ ഓടിയെത്തുക, ഞാനൊരു സാധാരണക്കാരനാണ്, ഞാൻ ഇങ്ങനെ ഓടിയാലേ എത്തുള്ളൂ എന്നുള്ള ആ ഒരു സാധാരണക്കാർക്കാണ് അതിനൊക്കെ അതിവേഗം അവരവരുടെ ലക്ഷ്യത്തിൽ എത്തുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ഈ ലോകം കണ്ട ഈ യൂട്യൂബർ അല്ലെ, ഞാനിപ്പോ പറഞ്ഞ അദ്ദേഹം ലോകം കണ്ട യൂട്യൂബർ, നിങ്ങൾ സെർച്ച് ചെയ്യുക. അദ്ദേഹം ആ യുവത്വത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലെത്താൻ കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും, അറിയാൻ പറ്റും. ബിലീവ്. ഫസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കി, എവിടെങ്കിലും ഒന്ന് എഴുതി വെക്കി. നമ്മളെ കുറിച്ച് വിശ്വസിക്കാത്ത കാലത്തോളം അല്ലെ, വിശ്വാസമാണ് എല്ലാം എന്ന് പഠിപ്പിക്കുകയും ആ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ വിശ്വാസികളാണ്. നമുക്ക് വിശ്വാസമായിട്ട് വലിയ ബന്ധമുണ്ട്. ഇവിടെ ബിലീവ് ചെയ്യാതെ ഒരു രക്ഷയില്ല. ഇന്നലകളുടെ റിസൾട്ട് കണ്ടിട്ട് പല ക്യാമ്പസുകളിലും പലയിടത്തും പഠിച്ച കുട്ടികൾ നെറ്റ് നേടിയത് കണ്ടിട്ട്, പലർക്കും PhDക്ക് അവസരം കിട്ടിയത് കണ്ടിട്ട് എനിക്കത് കിട്ടിയില്ല. അപ്പൊ എന്തുകൊണ്ടാണ് കിട്ടാത്തത്? അവന്റെ അവിടെ എത്താൻ എനിക്ക് കഴിയില്ല, എന്റെ സാഹചര്യം അതിനൊന്നും യോജിച്ചതല്ല, എനിക്കത് പറ്റൂല, ഞാൻ ഡൗട്ടഡ് ആയി നിൽക്കുകയാണ്. അല്ല, അവിടെ നമ്മൾ തിരുത്തണം. അവിടെ മുതൽ നമ്മൾ തിരുത്തി തുടങ്ങണം. നമ്മൾ ബിലീവ് ചെയ്യണം, നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ഈ സംരംഭം പറയുന്നത്, ഞാൻ 10,000 ലക്ഷം സംരംഭകരെ ഞാൻ ബിലീവ് എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കും, അതിന്റെ മഹത്വം എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഈ ലോകം കണ്ട ഈ ബിസിനസ്സുകാരൻ അവൻ നമുക്ക് പറഞ്ഞു തരുന്നതും, ഈ റൂമിൽ ഇരിക്കുന്ന, ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരനായ, സാധാരണ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള നമുക്ക് ചെയ്യാനുള്ള പണിയും ഒന്നാമത്തെ പണി അതാണ്. ഒന്നാമതായി നമ്മൾ ബിലീവ് ചെയ്യുക. നിർബന്ധമായിട്ടും ബിലീവ് യുവർ സെൽഫ്. നമ്മളെ ഒന്നായിട്ട് ബിലീവ് ചെയ്യാൻ പഠിക്കും. ഐ വിൽ നെവർ ഡൗട്ട് മൈസെൽഫ്. എന്നെ കുറിച്ച് ഒരു ഡൗട്ട് ഇല്ല, ഞാൻ അവിടെ എത്തും, ഞാൻ JRFിലെത്തും. പലരും വന്നിട്ടുള്ളത് JRFിനാണെന്നറിയാം. JRF കിട്ടുക എന്ന് പറഞ്ഞാല് അതിലൊരു ഡൗട്ട് എനിക്കില്ല. എനിക്കിനി എന്റെ മുമ്പിൽ 2025 ഡിസംബർ എന്ന് പറയുന്ന ഒരു വർഷം എന്റെ മുമ്പിലുണ്ടോ? ഞാൻ ഇന്നു മുതൽ എന്റെ പഠനം ആരംഭിക്കുന്നുണ്ടോ? പുനർക്രമീകരണം നടത്തുന്നുണ്ടോ? ഐ വിൽ അച്ചീവ്. ഒരു ഡൗട്ട്, നെവർ ഡൗട്ട് മൈസെൽഫ്. എന്നെ കുറിച്ച് എനിക്കൊരു ഡൗട്ടും ഇല്ല. അങ്ങനെ ഡൗട്ട് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവണം. ഡൗട്ട് കിൽസ് മോർ ഡ്രീംസ്. നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളെയും, അധികം ലക്ഷ്യങ്ങളെയും കൊല്ലുന്ന മഹാമാരിയാണ് ഡൗട്ടഡായി മാറുക എന്നുള്ളത്.
നമ്മൾ അവിടെ നിന്ന് മാറണം. നമ്മുടെ ഫെയിലിയറിന്റെ മെയിൻ കാരണം അതാണ്. നമ്മൾ ഡൗട്ടഡ് ആണ്. നമ്മൾ എന്തിനാ അങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നത്? നമ്മളെ കൊണ്ട് കഴിയും, നമ്മളെ കൊണ്ട് കഴിയും. നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ എന്റെ സ്റ്റാറ്റസ് നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. ഞാൻ അതിവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ ഒരു പെൺകുട്ടിക്ക് 3-ാം തവണയോ 4-ാം തവണയോ നെറ്റ് കിട്ടി. കാരണം എന്താ? അവള് വലിയ പ്രയാസത്തിലാണ്. ഒരു പക്ഷെ അവള് എന്റെ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവളെ സിറ്റുവേഷൻ ഒക്കെ അങ്ങനെയാണ്. കുടുംബമാണ്, കുട്ടികളുണ്ട്, ഫാമിലി, പഠനം, പരീക്ഷ ഒക്കെ അവരുടെ മുമ്പിലുണ്ട്. പക്ഷെ അവർ 3-4 തവണ നെറ്റ് കിട്ടി. JRF പ്രിപ്പറേഷനിലാണ്. അതോടൊപ്പം എല്ലാ സൗകര്യങ്ങളുമുള്ള കോളേജിന്റെ അകത്ത് തന്നെ ഹോസ്റ്റലിൽ ജീവിക്കുന്ന വലിയ സാമ്പത്തിക ഭദ്രതയുള്ള വലിയ കോളേജിലെ നല്ല ഡിഗ്രിക്കൊക്കെ ഫസ്റ്റ് റാങ്ക് വന്നിട്ടുള്ള, യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ റാങ്ക് വന്നിട്ടുള്ള കുട്ടികളവിടെ പഠിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നല്ല ഉള്ളത്. ഇതിൽ ബിലീവ് ചെയ്യാണ്, ഞാൻ അച്ചീവ് ചെയ്യും, ഞാനത് നേടിയെടുക്കും. എത്രയോ കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ വർക്ക് ചെയ്യുന്ന, ഞാൻ എന്റേത് പറയാൻ കാരണം ഞാനത് അനുഭവിച്ചത് കൊണ്ടാണ്. ആ കോളേജിൽ തിങ്കൾ മുതൽ വെള്ളി വരെ കോളേജിൽ വരികയും സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ തൊട്ടടുത്ത് ജനറൽ PSC ക്ലാസ്സിന് പോവുകയും ചെയ്തിട്ട് PG കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് 2-ാം വർഷത്തിലേക്ക് കടന്ന ആദ്യ മാസങ്ങളിൽ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ലഭ്യമായി. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. വളരെ കഠിനാധ്വാനം ചെയ്ത ഒരു പെൺകുട്ടിയുണ്ട്. അവള് മെയിൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് മൺഡേ ടു ഫ്രൈഡേ കോളേജിന്റെ പുറമെ സാറ്റർഡേ സൺഡേ അവർ പഠിച്ചിരുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്? അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ അവരെന്ത് ചെയ്യാണ്? ബിലീവ് ചെയ്യാണ്. നമുക്കതാണ് നമ്മുടെ സൗകര്യം. നമ്മളിങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുക, ഞാൻ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? പലരും ഇങ്ങനെ തലക്ക്, എന്റെ ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും 2 കൈയും തലക്ക് കൊടുത്തിട്ട് നിൽക്കുകയാണ്. ഞാനത് കാണുന്നില്ല എന്നല്ല, നിങ്ങളുടെ മനസ്സറിയാൻ പറ്റുന്നത് കൊണ്ട് പറഞ്ഞതാ. നമ്മളിങ്ങനെ ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കുക, ഞാൻ എന്ത് ചെയ്യും? ഞാൻ എഴുതി, പലതവണ എഴുതി. ഞാൻ നെറ്റ് എനിക്ക് കിട്ടി, എന്റെ ലക്ഷ്യം നെറ്റല്ല. ഞാൻ നെറ്റിന് വേണ്ടി എഴുതി PhD കിട്ടി. JRF എഴുതിയവന് നെറ്റ് കിട്ടി, പലതവണ കിട്ടി. എന്താണ് ഡൗട്ട് അടിച്ച് നിൽക്കുക. അവിടെ ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിയാണ്. JRF കിട്ടിയത് കൊണ്ട് അവന്റെ പോസ്റ്റർ, അവളുടെ ഫോക്കസിൽ നിന്ന് JRF കിട്ടിയ അവളുടെ പോസ്റ്റർ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുക. ഒരു പ്രത്യേകതയില്ല. അവരെ കണ്ടിട്ട് നമ്മളിങ്ങനെ അല്ലേ, അവരെന്തൊരു സക്സസ് ആയി, അവരെന്തൊരു വിജയിച്ചു, അവരെന്തൊരു ഉന്നതിയിലെത്തി. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാനിങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുക. ഞാനിങ്ങനെ പലതും അന്വേഷിച്ച്, പലതും ഓർത്ത്, പലതും ചിന്തിച്ച് ഈ ഡൗട്ടുകൾ ഇങ്ങനെ വളർന്ന് അറ്റമില്ലാത്ത കടലിലേക്ക് ഇങ്ങനെ ആ സാഗരത്തിന്റെ അവസ്ഥയിൽ ഡൗട്ട് അടിച്ച് ഡിസപ്പോയിന്റഡ് ആയി അങ്ങനെ സങ്കടപ്പെട്ട് പിന്നെ അതങ്ങനെ വളർന്ന് വരികയാണ്. സത്യത്തിൽ ഞാൻ പറയാണ് അല്ലെ, യുവർ സക്സസ് ഇസ് അവർ മിഷൻ. നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത് അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ്? വൈ ഐ ആം ഹിയർ. ഞാൻ എന്തിനാണ് ഇന്ന് ഇവിടെ വന്നത്? ഈ മീറ്റിംഗിൽ എന്തിനു വന്നതാ? അതിന് കൃത്യമായ ഒരു ലക്ഷ്യം ഉണ്ടാവണം, ഡിറ്റർമിനേഷൻ ഉണ്ടാവണം, ഒരു തീരുമാനം എടുക്കാൻ പറ്റണം. എന്നിട്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം. അതിലെന്ത് തന്നെ സംഭവിച്ചാലും എന്റെ ലക്ഷ്യത്തിൽ ഞാൻ എത്തുമെന്നുള്ള അതാണ് ഫോക്കസ്. അതിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അത് വെറുതെ കിട്ടുന്നതല്ല. എനിക്ക് ആദ്യം പറയാനുള്ളത് അതാണ്, അത് വെറുതെ കിട്ടുന്നതല്ല. JRF എന്ന് പറയുന്ന ആ ശ്രേണിയിൽ ഒരു പെൺകുട്ടി, ഒരു ടീച്ചർ എത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു ആൺകുട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പല സുഹൃത്തുക്കളും എത്തിയിട്ടുണ്ടെങ്കിൽ, അവന് നന്നായി എഫേർട്ട് ഇട്ടത് കൊണ്ടാണ്, നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ്, നന്നായിട്ട് ഉറക്കൊഴിച്ചത് കൊണ്ടാണ്. അതിന് നമ്മൾ എത്തണം. മറ്റുള്ള ആളുകൾ 5 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ 5 മണിക്കൂറിൽ കൂടുതൽ പഠിക്കാൻ പറ്റണം. മറ്റുള്ള ആളുകൾ എവിടൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിലപ്പുറം കയറി ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ടീമായി ഇരുന്ന് പഠിക്കാൻ പറ്റണം. അങ്ങനെ എഫേർട്ട് എടുക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ടുഡേ വി ഹാവ് എ ടൈം. ഇന്ന് നമ്മൾ ആരംഭിക്കണം. ഇന്ന് നമ്മുടെ മുമ്പിൽ ടൈമുണ്ട്. ഇനി ആരെയും കാത്തു നിൽക്കേണ്ടതില്ല. അവിടെ നമ്മൾ ഒരു ആശങ്കയില്ലാതെ ടുഡേ വി ഹാവ് എ ഓപ്പർച്യൂണിറ്റി. നമ്മുടെ മുമ്പിലുള്ള ഈ ഓപ്പർച്യൂണിറ്റി അത് എപ്പോഴും നമ്മുടെ കഥയിൽ വന്ന് മുട്ടൂല. അത് എപ്പോഴെങ്കിലും നമ്മുടെ മുമ്പിൽ വരുള്ളൂ. പലരും തുടങ്ങിയിട്ടില്ല, പലരും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. അവിടെ നമ്മൾ ഇന്ന് ആലോചിക്കുകയാണ്. ടുഡേ വി ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി. നമ്മുടെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അതിനെ അച്ചീവ് ചെയ്യാൻ, അതിനെ കരസ്ഥമാക്കാൻ നമുക്ക് പറ്റണം. അതിന് ഭംഗമായിട്ടുള്ള കുറെ ഡൗട്ട്സ് ഇങ്ങനെ വളർന്നു വരിക. എന്നെ കൊണ്ട് കഴിയൂല, ഞാനിപ്പോ എന്താ ചെയ്യുക? എന്റെ കുട്ടികള്, എന്റെ കുടുംബം, എന്റെ സാമ്പത്തിക അവസ്ഥ, എന്റെ ജോലി, എന്റെ പഠനം ഒക്കെ പ്രശ്നത്തിലാണ്, ഞാൻ എന്ത് ചെയ്യും? അവിടെ ഇങ്ങനെ പല കളകളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. മഴയിൽ മുറ്റത്തൊക്കെ പല പുല്ലും മുളച്ചതുപോലെ പലതും. അവിടെ ആവശ്യമില്ലാത്തതൊന്നും ആവശ്യമില്ല. അവിടെ അനാവശ്യമായ കളകളെ പറിച്ചു മാറ്റാൻ നമുക്ക് പറ്റണം. അവിടെ ഡൗട്ട് ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. അങ്ങനെ വരുമ്പോണ്ടല്ലോ, യു ആർ എ ലക്കി. എപ്പോഴും പ്ലസന്റ് മൈൻഡോട് കൂടി
എപ്പോഴും ഫ്രീ ആയി, എപ്പോഴും സ്വതന്ത്രമായി, ആരും 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 തന്നെ മൈൻഡിനെ ബ്രേക്ക് ചെയ്യാതെ, ആരും തന്നെ മൈൻഡിന് പലതും കോറിയിട്ട് നമ്മളെ നെഗറ്റീവ് ചിന്ത കൊണ്ടുവരാതെ എപ്പോഴും പോസിറ്റീവ് മൈൻഡോട് കൂടി യു ആർ എ ലക്കി പേഴ്സൺ. നമ്മൾ അങ്ങനെ ഒരു ലക്കി പേഴ്സൺ ആയിട്ട് മാറാം. ഇപ്പൊ തന്നെ ഇന്നു മുതൽ തന്നെ നമ്മളൊരു ലക്കി പേഴ്സൺ ആയിട്ട് മാറാം. പ്രസന്റ് മൂഡോട് കൂടി മൈൻഡിൽ എപ്പോഴും ഹാപ്പി ആയി, എപ്പോഴും ഫ്രീ ആയി, മൈൻഡിൽ എപ്പോഴും പോസിറ്റീവ് കൊടുത്ത് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും, ഓരോ പരീക്ഷ എഴുതുമ്പോഴും, ഓരോ മാസങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും ഹാപ്പിയായി ഫ്രീ ആയി നിൽക്കുക. അവിടെ നിങ്ങളെ എല്ലാ അർത്ഥത്തിലും സഹായിക്കാൻ ഫോക്കസ് ഉണ്ടാവും. ഒന്നുകൂടി ബെറ്റർ ആവാനാണ് അല്ലെ, എഫേർട്ടുകൾ ഒന്നുകൂടി ബെറ്റർ ആക്കി തീർക്കാനാണ് നമ്മൾ നിങ്ങളെ കൂടെ ഉള്ളത്. നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഒന്നുകൂടി ബെറ്റർ ആക്കി തീർക്കുക. ഇന്നു മുതൽ ഒരു ബെറ്റർ ലൈഫ് പ്ലാൻ ചെയ്യുക, ഒന്ന് ഫോം ചെയ്യുക. എല്ലാ രംഗത്തും ചിന്തിക്കുന്നിടത്ത്, പ്രവർത്തിക്കുന്നിടത്ത് ഈ ലക്ഷ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, യു ഷുഡ് ബെറ്റർ, ഒന്ന് ബെറ്റർ ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. ദർ ഇസ് എ ടൈം. അതാണ്, അവിടെയാണ് നമ്മുടെ ടൈം. ബെറ്റർ ആക്കാൻ, എഫേർട്ട് ഇടാൻ, അധ്വാനിക്കാനുള്ള ടൈം. അവരൊക്കെ അധ്വാനിച്ചത് കൊണ്ടാ, അവരൊക്കെ ഉറക്കൊഴിഞ്ഞത് കൊണ്ടാ. ഞാൻ പലരോടും നമ്മളെ ഇങ്ങനെ JRF കിട്ടുന്ന ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അവരോടൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ JRF കിട്ടാൻ വേണ്ടി കരഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ JRF കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കരയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? പലരും പലവേള കരഞ്ഞവരാ. പലരുടെ കുറ്റപ്പെടുത്തലുകൾ, പലരുടെയും അധിക്ഷേപങ്ങൾ, വീണ്ടും വീണ്ടും ഇതിൽ അല്ലെ ഫാമിലി ഒക്കെ ആയിട്ട് നിൽക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അവിടെ പലരും ഇതിനു വേണ്ടി കരഞ്ഞവരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് എ ടൈം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ബീങ് പെർഫെക്റ്റ്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, ഇന്നു മുതൽ ചെയ്യണം. പെർഫെക്റ്റ് അല്ല എന്നല്ല, അതിലിങ്ങനെ നമുക്കൊരു എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യല്ലാതെ നടക്കൂല. ഇനി അടുത്ത 2026 ജൂണിൽ നോക്കാമെന്നല്ല, പറ്റാവുന്നത്ര പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാം. ഫുൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും എന്നുള്ളത് ആ മൈൻഡൊക്കെ ഒഴിവാക്കുക. കാരണം അപ്പൊ വീണ്ടും 6 മാസത്തേക്ക് അത് നീളും. അപ്പോഴേക്കും പിന്നെ സിലബസ് മാറും, നെഗറ്റീവ് മാർക്സോ മറ്റു സിസ്റ്റം കാര്യങ്ങളിലേക്കൊക്കെ വരും. അതുകൊണ്ട് അത് വരാതിരിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഫോക്കസ് നിങ്ങളെ വിളിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്കാണ്. ഞാൻ ഓൾറെഡി കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നേരത്തെ സംസാരത്തിൽ ഖാലിദ് സാർ സൂചിപ്പിച്ചില്ലേ, നിങ്ങൾക്ക് ഇവിടെ എന്താ കിട്ടുക? ഒന്ന് PhD ആണ്, ഡോക്ടറേറ്റ് ആണ്. അത് വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഏറ്റവും ഏറ്റവും ഉന്നതമായ ഒരു ഒരു വിദ്യാഭ്യാസ യോഗ്യതയാണ് നമ്മുടെ ഫീൽഡിൽ. പ്രത്യേകിച്ച് അറബി ഭാഷയിലൊക്കെ PhD ലഭ്യമാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് അതിൻ്റെതായ എഫേർട്ട് എടുക്കുന്നതനുസരിച്ച് വലിയ, അത് കഴിഞ്ഞോട് കൂടി നമ്മളൊരു ദർജ മുകളിലാണ്. ഇന്ന് അവരെ ആവശ്യമുള്ളൂ. എല്ലായിടത്തും ഏത് ഇന്റർവ്യൂവിന് അവരെ ആവശ്യമുള്ളൂ, അല്ലാത്തവരെ ഒരു ആവശ്യമില്ല. പണം കൊടുത്തു പോലും ഒരു എയ്ഡഡ് സ്ഥാപനത്തിൽ പോലും കയറാൻ പറ്റാത്ത സാഹചര്യമാണ് ഒരു PhD ഇല്ലാത്തതിന്റെ പേരിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു PhDയും നിങ്ങൾ നെറ്റ് PhD കൂടെ JRF ഒക്കെ കിട്ടി നിങ്ങൾ പുറത്തിറങ്ങിയാൽ നമ്മുടെ മുമ്പിൽ ധാരാളം ഒഴിവുകളുണ്ട്. എത്ര യൂണിവേഴ്സിറ്റികളുണ്ട്? അറബിക്കിലെ 12 യൂണിവേഴ്സിറ്റികൾ കേരളത്തിലുണ്ട്. കോഴിക്കോടിന്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 10 എണ്ണവും, കണ്ണൂർ യൂണിവേഴ്സിറ്റി 2 എണ്ണവും. അതിലുപരി ഞാൻ PhD ചെയ്തിട്ടുള്ളത് തിരുച്ചിറപ്പള്ളിയിലാണ്, ട്രിച്ചിയിൽ. അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സാലറിയാണ്. നമ്മുടെ കേരള ഗവൺമെന്റ് ആണ് നമുക്കൊക്കെ സാലറി. കേന്ദ്ര ഗവൺമെന്റ് ആണ് കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒക്കെ ലഭ്യമാകുന്നത്. അവിടെയൊക്കെ ഇവിടുത്തെ പോലെയല്ല. നിങ്ങളുടെ കയ്യിൽ JRFും നെറ്റും PhD ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മുടെ മുമ്പിൽ വളരെ എളുപ്പമാണ്. എൻട്രൻസ് എക്സാമിലൂടെയാണ്. അവിടെ നമ്മളെ കേരളത്തിലെ സാലറി പോലെയല്ല. കേരളത്തിലെ സാലറി നിങ്ങൾക്ക് അറിയും, അസിസ്റ്റന്റ് പ്രൊഫസറിലേക്ക് വരുന്ന ഒരാൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 68,810 രൂപയാണ്. 68,810 രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി. ഞാനത് പറഞ്ഞിരുന്നത് നമ്മൾ ആ ഫീൽഡിൽ ഉള്ളത് കൊണ്ടും നമുക്കത് പ്രചോദനമായി തീരാൻ വേണ്ടിയിട്ടാണ്. 68,810 രൂപ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി. പിന്നെ അവിടെ നിന്ന് ഒരു 4 മന്ത് കഴിയുമ്പോൾ ഇൻക്രിമെന്റ് ഒക്കെ ആയിട്ട് അതൊരു 90 അത് ഉയരുകയാണ്. 90 ഉയരുകയാണ്. വളരെ ചെറിയ സമയത്ത് തന്നെ അത് നെറ്റും PhD ഒക്കെ ഉള്ള ആളാണെങ്കിൽ അവർക്ക് നേരെ സ്കെയിൽ ഉയർന്ന് വളരെ പെട്ടെന്ന് തന്നെ 1 lakh അബൌവിലേക്ക് എത്തുന്ന ഇന്നത്തെതാണ് പറയുന്നത്. അതിങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും 20% മെഡിസിനുകൾക്കും 20% മറ്റു സാധനങ്ങൾക്കൊക്കെ വില വർധനവ് വരുന്നതിനനുസരിച്ച്, സ്വർണത്തിനൊക്കെ വില കൂടുന്നതനുസരിച്ച് ഏറ്റവും ഒരു ഇൻക്രിമെന്റിൽ മാറ്റം വരുന്നത് ഈ അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കാണ്. അവരെത്രയും പെട്ടെന്ന് അസോസിയേറ്റഡ് ആകുമ്പോഴേക്ക് എന്ത് ചെയ്യും, വളരെ വലിയ 150 1,50,000 എത്തുന്ന സാലറിയിലേക്കൊക്കെ എത്തുകയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു വന്നത് അതാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് പൈസ കണ്ടു പോകാൻ വേണ്ടി പറഞ്ഞതല്ല. അതൊക്കെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ നമുക്കാവണം. നമുക്ക് അതിനുള്ള അവസരം നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ കയ്യിലുണ്ടായിട്ട്
ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നൽകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പിറകോട്ടടിക്കുന്ന എത്ര മണ്ടത്തരമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരാനും ഉയരാനും ശ്രദ്ധിക്കുക. നമ്മളെ പിന്നോട്ട് വലിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ആ കളകളൊക്കെ പറിച്ചു മാറ്റാൻ പറ്റണം. ഉയരത്തിൽ പറക്കാനുള്ള ഒരു പട്ടത്തിന് ഒരു കല്ല് കെട്ടിക്കൊടുത്താൽ പറക്കാൻ കഴിയില്ല. കല്ലിന്റെ വലുപ്പവും അതിന്റെ ഭാരത്തിനനുസരിച്ച് ഒരു അടി മുന്നോട്ട് പോകാൻ ആ പട്ടത്തിന് സാധ്യമല്ല, പറക്കാൻ കഴിയില്ല. അതിനാവശ്യമായ എല്ലാ സോഴ്സുകളും ഉണ്ടാവും, അതിനാവശ്യമായ കാറ്റ്, എല്ലാ സൗകര്യങ്ങളുണ്ട്. പക്ഷെ പറക്കാൻ എല്ലാ സൗകര്യങ്ങളുണ്ടെങ്കിലും കല്ല് കെട്ടിയ ഒരു പട്ടം പോലെ പേടിയും ഡൗട്ടഡായ അവസ്ഥയും സ്വന്തത്തെ തന്നെ വിശ്വാസമില്ലാത്ത അവസ്ഥയും ഒക്കെ കടന്നു വരുമ്പോൾ ഉണ്ടാവുന്ന നഷ്ടത്തിൽ അകപ്പെട്ടു പോവാതെ ഉയരാനും വളരാനും ഈ ഒരു സന്ദർഭത്തിനനുസരിച്ച് നിങ്ങൾ ലക്ഷ്യത്തിലെത്താനും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ആ ഒരു സന്തോഷം കൂടി അറിയിച്ച് നിങ്ങൾ വിജയിച്ച് നിങ്ങൾ അടുത്ത ഡിസംബറിൽ വരുന്ന നെറ്റ് JRF ക്വാളിഫൈ ചെയ്തിട്ട് നിങ്ങൾക്കൊരു പോസ്റ്റർ അടിച്ച് ഇതുപോലെ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ആദരിച്ച്, അല്ലെങ്കിൽ ഒരു ഓഫ്ലൈനായി നടത്തുന്ന പ്രോഗ്രാമിൽ നിങ്ങൾ ആദരിച്ച് നിങ്ങളുടെ മെസ്സേജസ് കാണുമ്പോൾ സന്തോഷിക്കുന്ന അതുവരെ, നിങ്ങളുടെ പരീക്ഷാ ഹാളിൽ പരീക്ഷാ റിസൾട്ട് വന്ന് അത് നിങ്ങൾ അനുമോദിക്കുന്ന സമയം വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഒന്നുകൂടി ഉറപ്പ് നൽകി ഈ ചുരുങ്ങിയ സമയത്തെ സംസാരം എല്ലാവരും ആ രൂപത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ രൂപത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഈ സമയത്ത് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കും. എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്? മോട്ടിവേറ്റഡ് ആയോ? ഒരു പോസിറ്റീവ് വൈബ് വന്നോ? ഒരു മനസ്സിലൊരു സന്തോഷം തോന്നിയോ? പ്ലാനിങ് ചെയ്യാൻ തോന്നിയോ? ജസ്റ്റ് ഒന്ന് നിങ്ങളൊരു സ്റ്റിക്കറിന്റെ ഉപരി ജസ്റ്റ് എന്താണ് നിങ്ങൾക്ക് തോന്നിയത് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത് അവസാനിപ്പിക്കുക. താങ്ക് യു. നിങ്ങളുടെ ഈ ഒരു മാനസികാവസ്ഥയിൽ തുടരാനും നിലനിൽക്കാനും ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നമ്മൾ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നമ്മൾ സെൽഫ് ഇൻസ്പയർഡ് അല്ലെ, സെൽഫ് കോൺഫിഡൻസ് വളരെ നഫ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ നേടി ഈ പറയുന്ന പോസിറ്റീവ് വൈബോട് കൂടിയിട്ട് വളരെ ആക്റ്റീവായിട്ട് അൽ ഫഅൽ എന്ന് പറയും, അമാലുൽ ഫഅൽ, അങ്ങനെ ആ രൂപത്തിൽ ഐക്യാൻ മോട്ടിവേറ്റഡ് ആയി മുന്നോട്ട് പോവാൻ, ഈ പ്രചോദനമായി മുന്നോട്ട് പോകാൻ ഇതുപോലെ ഇടക്കിടക്ക് ഒരു മോട്ടിവേഷനായിട്ട് നമ്മൾ ഇനിയും കണ്ടുമുട്ടും. അതിനെ പരസ്പരം കണ്ടുമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് സ്നേഹിച്ച് ഒന്നിച്ച് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയായി ഒരേ ലക്ഷ്യത്തിന് വേണ്ടി സഞ്ചരിക്കുന്നവരെ നമുക്ക് മാറാം. എല്ലാവരെയും ഒരിക്കൽ കൂടി ആ ഒരു ലക്ഷ്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ സംസാരം വരെ ചുരുക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ജസാക്കുമുല്ലാഹ് ഖൈർ. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരും തെറ്റാവരുത്. ഇനിയും നമുക്ക് പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകാനുണ്ട്. ബഹുമാനരായ നമ്മുടെ ഈ ഒരു നെറ്റിന്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള സലീം സാറാണ് അടുത്തതായിട്ട് നമ്മോട് സംസാരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ഈ ഒരു കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാത്ത, എന്നാൽ കഴിഞ്ഞ കാലം നമ്മുടെ കോച്ചിങ്ങിലുള്ള ആളുകൾ, അതുപോലെ തന്നെ കോച്ചിങ്ങിലൊന്നും ഇല്ലാതെ ജസ്റ്റ് എന്താണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പങ്കെടുക്കാനും തുടർന്ന് സ്വന്തമായി പഠിക്കാനും ആഗ്രഹിക്കുന്ന ആളുകളോട് ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ കൂടെ ഇൻഷാ അല്ലാഹ് സലീം സാറുടെ സംസാരത്തിന് ശേഷം നൽകാനുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് എല്ലാവരും ലെഫ്റ്റ് ആകാവൂ. സലീം സാർ, യു ക്യാൻ സ്റ്റാർട്ട്. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സുലൈമാൻ സാർ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് എവിടേക്കോ എത്തിച്ചിട്ടുണ്ട്. ഇനി പള്ള നിറച്ച് ബിരിയാണിയും അൽഫാമും മന്തിയൊക്കെ കഴിച്ച് അതിന്റെ ഇടയിൽ ഇനിയിപ്പോ ഒരു ചിക്കന്റെ പീസും കൂടി തിന്നിന്ന് പറഞ്ഞാണ്ട് നിർബന്ധിപ്പിക്കുമ്പോ അതിനൊരു പ്രസക്തി ഇല്ലല്ലോ. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഫദക്കിർ ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ പോലെ എത്ര ചാർജ് ആവുന്നത് ഇങ്ങനെ നിരന്തരമായ മോട്ടിവേഷനിലൂടെ മാത്രമാണ്. നമുക്ക് നിരന്തരമായ ഉപദേശങ്ങളിലൂടെ മാത്രമേ ഒരു മനുഷ്യന്റെ നന്മകൾ അല്ലെങ്കിൽ സ്വലാഹിയത്ത് അയാളുടെ നിലനിൽക്കും. അതൊരു പൊതു സത്യമാണ്. ഇതുപോലെ തന്നെയാണ് നിരന്തരമായ മോട്ടിവേഷനാണ് നമ്മളെ നിലനിർത്തുന്നതും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതൊക്കെ. അതിലൊരു സംശയവുമില്ല. അപ്പോ
ഞാൻ സൂചിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാമിന്റെ ഒരു പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്. നമ്മൾ പഠിക്കുന്ന മേഖല ഏതാണ് എന്നുള്ളത് കൃത്യമായ ബോധ്യം നമുക്കുണ്ട്. നെറ്റിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. PhDക്ക് വേണ്ടി ജോയിൻ ചെയ്യണം, JRF വാങ്ങണം, പല ലക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ ഒക്കെ അപ്പുറം ഇതിനൊക്കെ പഠിക്കുന്നതിനോട് കൂടെ തന്നെ PSC വാങ്ങണം, കേട്ടറ്റ് അതിനുവേണ്ടി ജോയിൻ ചെയ്തവരുണ്ട്. അതിന്റെ കൂടെ തന്നെ നെറ്റിലും ജോയിൻ ചെയ്ത ആളുകളും ഈ ഗ്രൂപ്പിലുണ്ട്, ഞാൻ അറിയുന്നവർ. ഏതായാലും മത്സര പരീക്ഷകളിൽ ടോപ്പിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അത് ഞാൻ നിങ്ങളോട് പറയുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ PSC കിട്ടിയതും അതുപോലെ തന്നെ നിലവിൽ റാങ്ക് ലിസ്റ്റിൽ വന്നതും എന്നുള്ള നിലക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം എന്ന് പറയുന്നത് നിരന്തരമായ പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രോസസ്സിൽ സ്ഥിരമായി നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പോ ഇന്ന് നമ്മളെ യാസിൻ സാറൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. കഴിഞ്ഞ ഹയർ സെക്കൻഡറി അറബിക്കൻ റാങ്ക് ലിസ്റ്റിൽ നമ്മളെ ഫോക്കസിന്റെ സ്റ്റുഡന്റ് തന്നെയാണ്. ഫസ്റ്റ് റാങ്ക് വാങ്ങി. മലപ്പുറം HS ഹൈസ്കൂൾ അറബിക്കിലെ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ യാസീനെ ഒന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോ നെറ്റ് എക്സാം എഴുതുന്നുണ്ട്, കഴിഞ്ഞ വർഷം എഴുതിയപ്പോ PhDക്ക് കിട്ടിയിട്ടുള്ളൂ, ഇനിയിപ്പോ നെറ്റ് വാങ്ങണമെന്ന് പറഞ്ഞു. ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ഈ സമയത്ത് ഞാൻ പറഞ്ഞൊരു വാക്ക്, നമ്മൾ ആ പഠനത്തിന്റെ അന്നത്തെ പഠിച്ചപ്പോ ഓർമ്മയുള്ളതൊക്കെ വിട്ടുപോയി, ഇനി പുതിയതായിട്ട് പഠിച്ചുണ്ടാക്കണം എന്ന് പറയും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞാൻ പറയുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ട് ആ പരീക്ഷകളിൽ മത്സര പരീക്ഷയിൽ ഏറ്റവും ഒന്നാം റാങ്കിൽ ഇടം പിടിച്ച ഓരോ സ്റ്റുഡന്റിന്റെ നിർദ്ദേശമാണ്. നമ്മൾ പഠിച്ചതൊക്കെ അന്നത്തെ ആവേശത്തിൽ പഠിച്ചത് പോലും മറന്നുപോയി. ഹമദാനി ഇവിടെ DP-യില് ബദിയുസ്സമാൻ ഹമദാനി എന്ന് പറഞ്ഞിട്ട് ഒരു ഹമദാനിനെ അതിൽ കാണുന്നുണ്ട്. അപ്പൊ ഹമദാനിയുടെ ബത്തിൽ ആരാണ് റാവിയാണെന്ന് ആരാന്ന് പോലും ഓർക്കാനോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നെറ്റിന്റെ പരീക്ഷയ്ക്ക് പോലും അത് ഓർമ്മപ്പെടാൻ പോലും സാധിച്ചില്ല. കാരണം ഒരു 2 മാസത്തെ കണക്ഷൻ വിട്ടുപോയപ്പോഴേക്കും. ഞാൻ പറയുന്നത് നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ സ്ഥിരമാകുക എന്നുള്ളതാണ്. എക്സലൻസ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്നാണ് പറഞ്ഞത്. APJയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു കോട്ടാണ് ഞാൻ പറയുന്നത്. എക്സലൻസ്, ഒരു മേഖലയിൽ ഏറ്റവും മുൻപന്തിയിലാകുക അല്ലെങ്കിൽ അതിലെ മഹാരത്ത് നേടുക എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരിക്കലും നാളെ നെറ്റ് എക്സാം വരെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച നെറ്റിന്റെ പരീക്ഷയാണ്, വേഗം ഫോക്കസിന്റെ ഗൈഡ് തുറന്നിട്ട് വേഗത്തിലൊന്ന് വായിച്ച് അടുത്ത ആഴ്ച പോയി പരീക്ഷ എഴുതി JRF നെറ്റ് വാങ്ങണം എന്നുള്ള സ്വപ്നം നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിൽ മാത്രമാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഏറ്റവും ഈ വലിയൊരു ആശയം, നമ്മൾ എവിടെയെങ്കിലും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ എത്തിപ്പെടാൻ നമ്മുടെ ഈ ഗോൾ നമ്മൾ നേടുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ടതാണ് ഈ കണ്ടിന്യൂസ് പ്രോസസ്. കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ അജ്നിയത്തുൽ മുത്തക്കസ്സിറ എന്ന് പറയുന്ന ജിബ്രാന്റെ ഒരു ഭാഗം കിട്ടിയപ്പോ ആ ജിബ്രാന്റെ ഭാഗത്തിൽ നിന്ന് 4-5 കോട്ടുകൾ കൊടുത്തിട്ട് അത് വളരെ ആകർഷണീയമായി അദ്ദേഹം സ്നേഹത്തിനെ വർണ്ണിക്കുന്ന, ഹുബിനെ വർണ്ണിക്കുന്ന അല്ലെങ്കിൽ ഉമ്മയെ വർണ്ണിക്കുന്ന ഈ വാക്കുകളായിരിക്കും അടുത്ത നെറ്റിന്റെ എക്സാമിന് വരുന്നത്. ഇത് ഖലീൽ ജിബ്രാൻ ഏത് ഗ്രന്ഥത്തിലാണ് തന്റെ ഉമ്മയെ ഈ രൂപത്തിൽ വർണ്ണിച്ചത് എന്നുള്ള രൂപത്തിലേക്കാണ് നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന് നിലവാരം എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്ത് കിട്ടിയാലും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് വീണുപോയ, നഷ്ടപ്പെട്ടു പോയ നിധിയാണ് വിജ്ഞാനം എന്ന് പറയുന്നത് പോലെ മിനൽ മഹ്ദി ഇലൽ ലഹദ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നോട്ട് ആൻ ആക്സിഡന്റ് എന്ന് പറഞ്ഞതുപോലെ ഇതൊരു 1-2 ദിവസം കൊണ്ട് നേടിയെടുക്കാവുന്ന ഒരു പ്രവർത്തനമല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ടും അവസാനമായിട്ടും എനിക്ക് നിങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഞാൻ മറ്റുള്ള വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. മോട്ടിവേഷൻ പള്ള നിറച്ചിങ്ങൾക്ക് സുരേമാവശ്യം തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ
കത്തിജ്വലിച്ച് ശോഭിച്ച് നിൽക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, APJയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വാക്കാണ് ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ. ഒരു സൂര്യനെ പോലെ നിങ്ങൾക്ക് കത്തിജ്വലിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ആരുടെയും കാഴ്ചകളെ അല്ലെങ്കിൽ ആർക്കും പ്രകാശമേകാൻ പറ്റുന്ന രൂപത്തിൽ കോടാനകോടി മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും കാഴ്ചയേകാൻ ഒരു സൂര്യന് സാധിക്കുന്നുണ്ടെങ്കിൽ, ആ സൂര്യൻ പ്രകാശിക്കുന്നത് അങ്ങനെ പ്രകാശിക്കാൻ അതിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ബേൺ ലൈക്ക് എ സൺ. ആ സൂര്യൻ എത്രമാത്രം അതിന്റെ ഇന്ധനങ്ങൾ കത്തിച്ചിട്ടാണ് ഈ പ്രകാശം നൽകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതാണ് APJയുടെ ഒരു പ്രശസ്തമായ കോട്ട്. നമ്മൾ എത്രമാത്രം ഹാർഡ് വർക്ക് നിരന്തരമായിട്ട് നൽകുന്നുണ്ടോ, ആ ഹാർഡ് വർക്കിന്റെ തോതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സ്റ്റാർ, ഒരു ക്ലാസിന്റെ അന്നജ്മുല്ലാമിയ, ആ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ് സ്റ്റാർ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ബേൺ ചെയ്യണം, അല്ലെങ്കിൽ എത്ര നമ്മുടെ ജീവിതത്തിൽ ഈ കത്തിക്കൽ ഉണ്ടാകണം, നമ്മുടെ ഇന്ധനം, നമ്മുടെ സമയം, നമ്മുടെ അധ്വാനം എല്ലാം എത്ര പ്ലാൻഡ് ആയിട്ടും ചിട്ടയോടുകൂടെ മാറ്റി വെക്കണം എന്നുള്ളതാണ് മറ്റു വളരെ പ്രധാനപ്പെട്ടുള്ള പോയിന്റ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് മനസ്സിലാക്കുക. നിരന്തര പരിശ്രമമാണ് ഇതില് പ്രധാനമായിട്ടും. അടുത്തൊരു പോയിന്റ് ഞാൻ സൂചിപ്പിക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ ലഭ്യമായ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, PYQകൾ മാക്സിമം ചർവണം നടത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. ഈ കഴിഞ്ഞ നമ്മുടെ ലാസ്റ്റ് കഴിഞ്ഞ നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ എത്ര ക്വസ്റ്റ്യൻസ് നമ്മുടെ PYQ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കാം. നമ്മള് ലാസ്റ്റ് ഇപ്പോ ഞാൻ യൂണിറ്റ് 10 ആയിരുന്നു എടുത്തിരുന്നത്. യൂണിറ്റ് 10 തന്നെ പരീക്ഷയുടെ അന്ന് നമ്മൾ കൊടുത്ത, നാളെ പരീക്ഷയാണെങ്കിൽ ഇന്നാണ് അതിന്റെ ക്ലാസ് ലാസ്റ്റ് കഴിയുന്നത്. ആ യൂണിറ്റ് 10 വന്ന ക്വസ്റ്റ്യനില് നമ്മൾ ഡിസ്കസ് ചെയ്ത എത്ര ക്വസ്റ്റ്യൻസ് ഇതേ നെറ്റ് എക്സാമിന് ഇപ്രാവശ്യം ആവർത്തിച്ചു എന്ന് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇതിപ്പോ കേവലം നെറ്റിന്റെ മാത്രമല്ല, PSC ആകട്ടെ, കേട്ടറ്റ് ആകട്ടെ, അതുപോലെ തന്നെ സെറ്റ് ആകട്ടെ, ഹൈസ്കൂൾ PSC ആകട്ടെ, ഹയർ സെക്കൻഡറി ആകട്ടെ, ചോദ്യം ഇടാനുള്ള മാദ്ദ എന്ന് പറയുന്നത് അറബി സാഹിത്യമാണല്ലോ. അറബി ലിറ്ററേച്ചറിൽ നിന്ന് എത്രമാത്രം ചോദിക്കാൻ പറ്റും? ഇനി എത്രയാണ് ഇപ്പൊ അയാൾ ചോദിച്ചാൽ തന്നെ ക്വസ്റ്റ്യൻ ഇടുന്ന മനുഷ്യർക്ക് എത്ര ചോദിക്കാൻ പറ്റും? ആ ഒരു ചോദിക്കാൻ പറ്റുന്നതിന്റെ ഒരു 50% വിജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമായിട്ടുള്ള PYQ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അത് പൂർണ്ണാർത്ഥത്തിൽ ചർച്ച ചെയ്യാന്നുള്ളത്. കേവലം അത് വായിച്ച് ഇതിന്റെ ചോദ്യത്തിന് ഉത്തരം അത് മനസ്സിൽ അങ്ങനെ പഠിച്ചു പോകുന്നതിന്റെ അപ്പുറം 4 ഓപ്ഷൻസും വരുമ്പോ ഈ ഓപ്ഷൻസിനെ കേന്ദ്രീകരിച്ച് ചർച്ച ചെയ്ത് വളരെ വളരെ പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇതൊരു മത്സരമായിട്ട്, ഞാൻ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കിയിട്ടുണ്ട്. നമ്മൾ നോക്കുന്ന ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ, അത് കേട്ടറ്റാകട്ടെ സെറ്റ് ആകട്ടെ, ഏത് പരീക്ഷയുടേതാണെങ്കിലും അതിൽ നിന്നൊക്കെ നമുക്കൊരു മാലൂമാത്ത് കിട്ടിക്കൊണ്ടിരിക്കാം. അതൊക്കെ നമ്മൾ എഴുതി വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ, നമ്മളെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ, ഒരു പുതിയ ഗൈഡ് വാങ്ങുമ്പോൾ അതിൽ നമ്മൾ നോക്കാത്ത ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഇങ്ങനെ നിരന്തരമായ പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇത്തരം മത്സര പരീക്ഷകളിൽ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഞാൻ 2 വിഷയങ്ങൾ മാത്രമാണ് നിങ്ങളിലേക്ക് പറഞ്ഞിട്ടുള്ളത്. ഒരു കണ്ടിന്യൂസ് പ്രോസസ്, ഇത് നിത്യമായ പ്രവർത്തനമായിട്ട് ജീവിതത്തിൽ തുടരുക എന്നുള്ളതും, അതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ പറഞ്ഞ് കഴിഞ്ഞു പോയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇന്നത്തെ ഈ 2025 ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ പരീക്ഷ വരെ, ഏത് കാലത്താണ് നെറ്റിന്റെ എക്സാം തുടങ്ങിയത് അന്ന് മുതൽ ഇന്ന് വരെ ലഭ്യമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും, മോഡൽ ക്വസ്റ്റ്യൻസുകളും നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ അതിന് എല്ലാ നിലക്കും നമ്മൾ ചർവണം നടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എത്രമാത്രം പ്രയത്നിക്കുന്നു, ഇതിന്റെയൊക്കെ സന്തോഷം എന്ന് അനുഭവിക്കാനുള്ളത് നമ്മൾ മാത്രമാണ്. നമ്മളൊരു മേഖലയിൽ ഒരു ജോലി കിട്ടുമ്പോൾ, ഒരു നെറ്റ് വാങ്ങി അല്ലെങ്കിൽ PhD വാങ്ങി JRF ഒക്കെ വാങ്ങി അതിന്റെ ഒക്കെ ആനുകൂല്യം പറ്റുമ്പോൾ, അതിന്റെ ഒക്കെ അപ്പുറം ഒരു PhD വാങ്ങുമ്പോൾ, ഇതൊക്കെ കിട്ടി നമ്മളൊരു ജോലിയിൽ ഒരു സേഫായി നിൽക്കുമ്പോൾ, ഒരു മാസം ഒരു ഗൾഫുകാരന് വാങ്ങാൻ അത്ര ശമ്പളം ഒന്നുമില്ലെങ്കിലും ഏകദേശം അതിന്റെ പകുതിയെങ്കിലും വാങ്ങി സ്വന്തം കുടുംബത്തിനോട് കൂടെ നാട്ടിൽ ഏറ്റവും നല്ല സോഷ്യൽ സ്റ്റാറ്റസ്, അവൻ PSC വാങ്ങി ആളാണ്, അവൻ PhD വാങ്ങിയവനല്ല, അവൻ നെറ്റ് വാങ്ങിയവനാണ് എന്നുള്ള ഒരു വിര എന്ന് പറയുന്നത്, അത് എന്നും നാട്ടിൽ ആരെന്ത് പറഞ്ഞാലും അതൊരു സ്റ്റാൻഡേർഡാണ്.
നിങ്ങൾ 50-60 ലക്ഷം കൊടുത്ത് LP പോസ്റ്റിന് വേണ്ടിയിട്ട് ഒരു എയ്ഡഡ് സ്കൂളിൽ പോയിട്ട് കോയ കൊടുത്ത് വാങ്ങി നിങ്ങൾ മരിച്ചിന് വരെ അത് പറയും അയാളെ എയ്ഡഡ് സ്കൂളിൽ കോയ കൊടുത്തിട്ട് ഏരിയ പോസ്റ്റാണ്. അതിന്റെ അപ്പുറം അഭിമാനത്തോടു കൂടെ ഞാനിത് PSC വാങ്ങിയത് അല്ലെങ്കിൽ നെറ്റ് JRF കിട്ടിയവനാണ് എന്ന് പറഞ്ഞ് ആ ഒരു ജോലി അത് എന്നും ആരുടെ മുന്നിലും അഭിമാനത്തോടുകൂടെ നമ്മുടെ മക്കളുടെ മുന്നിലും പറയാൻ പറ്റും. ആ രൂപത്തിലേക്ക് നിങ്ങളുടെ പഠനവും ചർച്ചകളും ഒക്കെ നടക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാ അർത്ഥത്തിലും ഇന്ന് കേരളത്തിൽ ലഭ്യമാകുന്ന ഏറ്റവും നല്ല ഏറ്റവും നല്ല സംവിധാനമാണ് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. എല്ലാവരും ആ നിലക്ക് അതിന് ഉപയോഗപ്പെടുത്തുക. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. താങ്ക് യു. സലീം സാറിന് വളരെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ കൃതജ്ഞത രേഖപ്പെടുത്താണ്. വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് സാറ് നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. അപ്പോ സുഹൃത്തുക്കളെ, നമ്മൾ ഏകദേശം 3/4 മണിക്കൂർ പിന്നിട്ടും നമ്മുടെ ഈ ഒരു സെഷന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അപ്പൊ അതില് 1-2 കാര്യങ്ങൾ കൂടെ ഓർമ്മപ്പെടുത്താണ്. വെച്ചാല് നമ്മള് പിന്നെ ചിലർക്കൊക്കെ ഉള്ള നിരാശ ഉണ്ടാവും. അതായത് എക്സാം ഏകദേശം ഒരു 2000 ആളുകൾ എഴുതുമ്പോൾ അതിലാകെ 6% ആളുകൾക്ക് നെറ്റ് കിട്ടുള്ളൂ ഒരു തവണ. അതുപോലെ തന്നെ JRF ആണെങ്കിൽ 1% ആളുകൾ എന്ന് വെച്ചാൽ 1000 ആളുകൾ എഴുതിയാൽ അതില് 10 പേർക്ക് JRF, 20 ആളുകൾ എഴുതിയാൽ 2000 ആളുകൾ എഴുതിയാൽ 20 പേർക്ക് ഏകദേശം JRF ലഭിക്കും. നെറ്റ് ആണെങ്കിൽ 100 പേർക്ക് ലഭിക്കും. എപ്പോ 120 പേർക്ക് ലഭിക്കും. 2000 ആളുകൾ ലഭിച്ചാൽ എഴുതിയാൽ എന്നുവെച്ചാൽ 6% ആൾക്കേ ലഭിക്കുള്ളൂ. അപ്പോ 1000 ആണെങ്കിൽ 60 പേർക്ക്, 2000 ആണെങ്കിൽ 120 പേർക്ക്. ഏകദേശം ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ OBC വിഭാഗത്തിൽപ്പെട്ട നമുക്ക് പിന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാം. അപ്പൊ അതിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ കാല ബാച്ചിലൊക്കെ ഉള്ള ഇന്നിപ്പോ ഒരു കുട്ടി ഞാൻ വെറുതെ, കാരണം അവള് കഴിഞ്ഞ തവണയൊക്കെ നെറ്റ് നേടി ഏകദേശം JRFന് അടുത്തെത്തിയ ആളാണ്. അപ്പൊ ഞാൻ വെറുതെ ഇപ്പൊ കുറച്ച് നേരത്തെ ഓർമ്മ വന്നപ്പോ ചോദിച്ചു, എന്താ ഇത്തവണ റിസൾട്ട് ഒന്നും അറിയിച്ചില്ലല്ലോ. അപ്പോ അവര് ഇങ്ങനെ എന്താണ് പറയാ, ഒരു കരയുന്ന ഇമോജി ഇട്ടിട്ട് പറഞ്ഞിട്ടുള്ളത് വീണ്ടും നെറ്റ് എന്ന് വെച്ചാൽ 4ാമത്തെ തവണയാണ് അവർക്ക് നെറ്റ് കിട്ടുന്നത്. അപ്പോ നമ്മളൊക്കെ ഇപ്പൊ ഒരു തവണ കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുമ്പോ 4ാമത്തെ തവണ നെറ്റ് നേടുന്ന ആളുണ്ട്. എന്ന് വെച്ചാൽ ഈ 4ാമത് നേടുന്ന ആളും ഈ പറയുന്ന 6% വരും. ഇങ്ങനെ നെറ്റ് കിട്ടി ഒരുപാട് ആളുകൾ ഒരുപക്ഷെ JRFന് ട്രൈ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത്രയും ആളുകളോട് നമ്മൾ മത്സരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ ഈ 6% ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വിചാരിച്ച് നമ്മൾ ആരും നിരാശപ്പെടേണ്ടതില്ല എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ അതിൽ അവസാനിപ്പിച്ച ഭാഗം വെച്ചാണ് ഒന്നുകൂടെ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ തിരക്കുള്ള ആളുകളാണ്. ആ തിരക്കുകൾക്കിടയിൽ തന്നെയാണ് ഇതുവരെ JRF കിട്ടിയ അതേപോലെ തന്നെ നെറ്റ് കിട്ടിയ ആളുകളൊക്കെ ഉള്ളത്. ഇപ്പൊ ഫോക്കസിനെ സംബന്ധിച്ചിടത്തോളം തന്നെ പറയുകയാണെങ്കിൽ ഇത് ഫോക്കസിന്റെ വലിപ്പം പറയാനല്ല, മറിച്ച് നമ്മൾ പോലെ തിരക്കുകളുള്ള ഈ കേരളത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ JRF അതേപോലെ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കാല ബാച്ചിൽ ഒരു പക്ഷെ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളുകൾ തന്നെയായിരിക്കും ഇവരൊക്കെ ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ബാച്ചുകളിൽ ഇതേപോലെ JRF മാത്രം ഒരു ബാച്ചിൽ ഏകദേശം നമുക്ക് 10-ലധികം JRF ഒരു സമയത്ത് ഉണ്ടായിരുന്നു. 2022 ആ ഒരു കൊറോണയുടെ ശേഷം നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു എക്സാമിൽ നമുക്ക് ലഭിച്ചിരുന്ന ഒരു റിസൾട്ടാണത്. JRF മാത്രം ലഭിച്ച ആളുകൾ. അതുപോലെ തന്നെ തൊട്ടടുത്ത വർഷം 4 JRF ആയിരുന്നു ലഭിച്ചിരുന്നത്, പിന്നെ 3 JRF. അതുപോലെ തന്നെ ഇത്തവണ നമുക്ക് ഒരാളാണ് JRF ആയിട്ടുള്ളത്. ഹാദിയയെ കുറിച്ച് നമുക്കറിയാം. അപ്പോ ഈ ഹാദിയ പിന്നെ നമ്മുടെ ഈ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ പങ്കുവച്ച മെസ്സേജ് ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും. ചിലപ്പോ ഫോക്കസിന്റെ നോട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇത് കഴിഞ്ഞ കാല ബാച്ചിലുള്ള ആളുകളോടാണ് ഇത് പ്രത്യേകമായി പറയാനുള്ളത്. നമ്മളെ 2019 PSC അതേപോലെ തന്നെ നെറ്റിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇതുവരെ കഴിഞ്ഞ ഒരു ബാച്ചിലെ
പിന്നെ ക്ലാസ്സുകൾ പോലും നമ്മളായിട്ട് പിൻവലിച്ചിട്ടില്ല. സാങ്കേതിക തകരാറുകൾ മൂലം ഏതെങ്കിലും മിസ്സായിട്ടുള്ളത് ഉണ്ടാവാം. ഏതായിരുന്നാലും നമ്മൾ ഇതുവരെ നൽകിയിട്ടുള്ള ക്ലാസ്സുകളൊന്നും നമ്മളായിട്ട് പിൻവലിച്ചിട്ടില്ല. ഇപ്പൊ ചിലരുടെയൊക്കെ വാട്സപ്പ് ക്ലിയർ ചാറ്റ് ചെയ്ത് അങ്ങനെ പോയത് നഷ്ടപ്പെട്ട രൂപത്തിലുണ്ടാവും. ഇപ്പോൾ പലരും കഴിഞ്ഞ തവണ പോലും PSCക്ക് പഠിക്കുന്ന സമയത്ത് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ബാച്ചിനെടുത്ത ബലാഗയുടെ ക്ലാസ്, സാറേ അന്നത്തെ ക്ലാസ് തന്നെയാണ് ഞാൻ എപ്പോഴും കേൾക്കുന്നത്, അന്ന് നിങ്ങൾ നൽകിയ യൂട്യൂബിന്റെ ലിങ്ക് ഉപയോഗിച്ചാണ് പഠിക്കുന്നത് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് ഇതേപോലെ നമുക്ക് ഡീറ്റെയിൽഡ് ക്ലാസ്സുകളൊക്കെ കിട്ടിയാലും ചിലരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഈ നോട്ട്സ് ക്ലാസ് ഇതിങ്ങനെ കുറെ എന്ത് ചെയ്യുക, ശേഖരിച്ചു വെക്കുക, പഠിക്കാൻ സന്നദ്ധരാവില്ല. പലപ്പോഴും നസ്രുദ്ദീൻ സാർ തന്നെ പറയുന്ന ഒരു അനുഭവം ഉണ്ട്. അതായത് നസ്രുദ്ദീൻ സാറിന് JRF കിട്ടിയ സമയത്ത് സാറ് സ്വാഭാവികമായിട്ടും അനുഭവം പലരും ചോദിക്കും. ആദ്യം തന്നെ ഓരോരുത്തർ JRF കിട്ടിയ ആളുകളെ വേഗം കോണ്ടാക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട് വെച്ചാൽ എങ്ങനെയാണ് അവർ പഠിച്ചത്, അതേപോലെ ഏതൊക്കെ നോട്ടാണ് പഠിച്ചത്, ആ നോട്ട് എങ്ങനെയെങ്കിലും കിട്ടോ എന്നായിരിക്കും നോക്കുക. അപ്പോ അന്ന് നസ്രുദ്ദീൻ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ സംവിധാനം ഒന്നുമില്ല. മറിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ നമ്മള് കുറച്ച് വായിച്ചത്, അതേപോലെ തന്നെ നമ്മുടെ അഹമ്മദ് ഹസൻ സിയാത്തിന്റെ ആ ഒരു പിന്നെ താരിഖുൽ അദബുൽ അറബി, ഇതൊക്കെയാണ് കയ്യിലുള്ളത്. അപ്പോ സാറിനോട് ഇതേപോലെ ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു, ആയിക്കോട്ടെ എന്നാലും നിങ്ങള് ലാപ്ടോപ്പ് ആയിട്ട് വന്നോളി, എന്റെ അടുത്തുള്ള PDF ഒക്കെ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം, നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പുമായി എന്ത് ചെയ്ത് കണക്ട് ചെയ്ത് അതിലേക്ക് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ തന്റെ ലാപ്ടോപ്പിലുള്ളത് മൊബൈലിലുള്ളത് ഈ ചോദിക്കുന്ന ആൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കോപ്പി ചെയ്ത് അപ്പുറത്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി ഉണ്ട്. എന്താണത്? നമുക്കൊക്കെ അറിയാം. ഓൾറെഡി ആ ഫയൽ അതിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ദിസ് ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് ഇൻ യുവർ ഡിവൈസ് എന്നാണ് എല്ലാ ഫയലും. അതായത് നസ്രുദ്ദീൻ സാറിന്റെ അടുക്കൽ ഏതെല്ലാം PDF ഉണ്ടോ അതൊക്കെ ഇദ്ദേഹത്തിന്റെ അടുക്കലുണ്ട്. അപ്പൊ PDF ക്ലാസ് ഇല്ലാത്തതല്ല നമ്മുടെ ഒന്നും പ്രശ്നം, മറിച്ച് അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നിടത്താണ് പലപ്പോഴും നമ്മളൊക്കെ പരാജയപ്പെടുന്നത്. അവിടെയാണ് ഈ ഹാദിയ നമ്മുടെ ഗ്രൂപ്പിൽ പങ്കുവെച്ച മെസ്സേജ് പലർക്കും അറിയാം, അത് ഒന്നുകൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലം നമ്മുടെ ബാച്ചിലുള്ള പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ ഇവർ പറഞ്ഞു നോക്കൂ, നിങ്ങൾ എന്നെ JRFലേക്ക് എത്താൻ നയിച്ചിട്ടുള്ളത് ഫോക്കസ് ആണ്, അല്ലെങ്കിൽ ഗൈഡുമാർക്ക് പ്രത്യേകമായ നന്ദി പറയുന്നു, അതൊക്കെ പോട്ടെ. എന്നിട്ട് അവർ പറയുന്ന വാക്കുണ്ട്, എന്ന് വെച്ചാൽ എനിക്ക് നെറ്റിന്റെ വിഷയത്തിൽ ആഴ്ന്ന് മനസ്സിലാക്കാന്, അതേപോലെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാനും ഒരുപാട് സഹായിച്ചിട്ടുള്ളത് ഫോക്കസിന്റെ ക്ലാസ്സുകൾ റിപ്പീറ്റ് ആയി കേട്ടിട്ട്, അതേപോലെ നോട്ട്സ് വായിച്ചിട്ടും, അതേപോലെ തന്നെ ഇതിലുള്ള സുഹൃത്തുക്കളുമായി ഡിസ്കഷൻ നടത്തിയിട്ടൊക്കെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അന്ന് നിങ്ങൾക്ക് നൽകിയ ക്ലാസ്സുകൾ, നോട്ട്സ് ഒക്കെ നിങ്ങളുടെ അടുക്കലുണ്ട്. ആക്ടിവിറ്റി ഗ്രൂപ്പ് അവിടെ തന്നെ ഉണ്ട്. എന്തുകൊണ്ട് ആ ആക്ടിവിറ്റി ഗ്രൂപ്പ് നിങ്ങൾക്ക് ഇപ്പോഴും സജീവമാക്കാം? ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അഡ്മിൻ ഓൺലി ആക്കിയിട്ടില്ല. നിങ്ങൾ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇപ്പോ കഴിഞ്ഞ കാല ബാച്ചുകളിലൊക്കെ നമ്മൾ തന്നെ അതിൽ നിന്ന് കടഞ്ഞെടുത്ത് വേറെയും ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ഇറങ്ങിത്തിരിക്കണം. അത് അഡ്മിൻസായ നമ്മൾ ആരെങ്കിലും ഒരുങ്ങിയത് കൊണ്ട് കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു പുതിയ ബാച്ച് തുടങ്ങുമ്പോൾ ആ ക്ലാസ് ഒക്കെ നിങ്ങളുടെ അടുക്കലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും ജോയിൻ ചെയ്യണം എന്ന് പറയാറില്ല. നിങ്ങളുടെ ക്ലാസ്സുകൾ അവിടെ തന്നെ ഉണ്ട്. എന്നാൽ ഒരു പുതിയ ബാച്ചിനോട് കൂടെ സഞ്ചരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ക്ലാസ്സുകളൊക്കെ ഉള്ള ആളുകൾ എന്ന അർത്ഥത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഫുൾ ഫീ അടയ്ക്കേണ്ടതില്ല. ഈ ഒരു പുതിയ ബാച്ചിലേക്ക്, കഴിഞ്ഞ ബാച്ചിൽ നിന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചെറിയൊരു ശതമാനം ഫീ അടച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ഫീ അടക്കുമ്പോഴേ നിങ്ങളുടെ അടുക്കലുള്ള നോട്ട്സ് ഉപയോഗപ്പെടുത്തിയിട്ട് പരമാവധി നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണമെന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കുള്ളൂ. അത് വേറെ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. അപ്പൊ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് സമയം കൊടുക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുക തന്നെ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടുകൂടെ ഇനി ആർക്കെങ്കിലും നമ്മുടെ കഴിഞ്ഞ കാല ബാച്ചുകളിൽ നിന്ന് നമ്മുടെ ഈ ഒരു പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക്
പിന്നെ അഡ്മിൻസുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ പുതുതായി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ 2000 രൂപയുടെ ഓഫർ ഇന്ന് കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ക്യാഷ് അടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇന്ന് ജോയിൻ ചെയ്യണം എന്ന് താല്പര്യം അറിയിച്ചാൽ മതി. അവർക്കും ആ ഒരു ഓഫർ നൽകുന്നതായിരിക്കും. ക്യാഷ് നിങ്ങൾ നാളെയോ മറ്റന്നാളോ പിന്നെ അടച്ചാലും മതി. ഓക്കെ, അപ്പോൾ പഠനം തുടർത്തണം എന്നുള്ളതാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതോടുകൂടെ നാളെ ഇൻഷാ അല്ലാഹ് പേപ്പർ 1 ഒരു ഓറിയന്റേഷൻ സെഷനാണ്. എന്ന് വെച്ചാൽ പേപ്പർ 1 നമുക്കറിയാം ജനറൽ പേപ്പറാണ്. നിർബന്ധമായും എല്ലാവരും ലൈവായിട്ട് തന്നെ ആ സെഷൻ പങ്കെടുക്കണം. അറിയുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിലൊക്കെ പങ്കെടുക്കണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ഡിസംബർ നെറ്റ് എക്സാം വരെ നമ്മൾ ഈ ഒരു പേപ്പർ 1 അത് കൂടേണ്ടതാണ് എന്ന് നമുക്ക് തോന്നുള്ളൂ. അറിയുന്ന ആളുകളാണെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് പങ്കെടുക്കുക. അപ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാവുക. അതേപോലെ മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച പിന്നെ പേപ്പർ 2 അറബിക്കിന്റെ ഒരു സെഷൻ ഓറിയന്റേഷൻ സെഷൻ ഉണ്ടാവും. അപ്പൊ അതിൽ അറിയുന്ന ആളുകളും സാധിക്കുമെങ്കിൽ പങ്കെടുക്കുക. അറിയാത്ത ആളുകൾ അതേപോലെ നെറ്റിന് ആദ്യമായി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളൊക്കെ നിർബന്ധമായും ആദ്യാവസാനം പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വഴിയെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തായിരുന്നാലും എല്ലാ ദിവസവും നമുക്ക് ലൈവ് സെഷൻ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലൈവ് സെഷനുകൾ നിങ്ങൾ മിസ്സാക്കാതിരിക്കുക. എന്ന് വെച്ചാൽ റെക്കോർഡഡ് സെഷൻ അപ്ഡേറ്റഡ് ആയ യൂണിറ്റുകളുടേത് ലഭിക്കുന്നതോടുകൂടെ രാത്രി സമയത്ത് ഒന്നുകിൽ യൂണിറ്റ് ബേസ്ഡ് ക്ലാസ്സുകൾ അപ്ഡേഷൻ വരാനുള്ള യൂണിറ്റുകളുടെ ക്ലാസ്സുകൾ ഉണ്ടാവും, അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഈ രണ്ടിലൊരു ലൈവ് സെഷൻ എന്തായിരുന്നാലും ഉണ്ടാവും. അപ്പൊ അത് മിസ്സാവാതെ നിങ്ങൾ ഓരോരുത്തരും ഫോളോ ചെയ്യണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.